ഗൈസ് നോക്കൂ, ടുഡേ ലിബിൻ അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ മാത്രമല്ല, അഭിരാമിയും ഉണ്ട്. അതെ ഗൈസ് നോക്കൂ, അങ്ങനെ ലിബിൻ ഇന്ന് അങ്ങനെ ആദ്യമായിട്ടൊന്നും അല്ല, ആണെങ്കിലും ലിബിൻ അങ്ങ് പഠിക്കാൻ പോവാണ്. ലിബിൻ അത്യാവശ്യം 2 വീലും 4 വീലൊക്കെ ഓടിക്കാൻ അറിയാവുന്നതാണ്. സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട് എനിക്ക്, ട്രാൻസ്ലേറ്റർ ഇടാൻ നേരത്തെ ഒരു തപ്പലേ ഉള്ളൂ. ലിബിൻ അങ്ങോട്ട് കത്തിക്കയറാൻ പറ്റില്ല, കാരണം ഞാൻ കൊടുത്തില്ല വളയം. ഗൈസ് നോക്കൂ, അപ്പം ഇന്നങ്ങനെ ലൈസൻസ് എടുക്കാനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് ലിബിൻ്റെ. എന്താവും എങ്ങനെയാവും അറിയില്ല. പിന്നെ വേറൊരാൾ പറഞ്ഞു തന്നിട്ടൊക്കെ ലിബി ആദ്യമായിട്ടാണ് ഇന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി പോകുന്നത്. അതെ അതെ അല്ലേ? അതെ അതെ. ഇതിനു മുമ്പ് ഞാൻ എന്താ പോയി അതിൻ്റെ ക്ലിപ്പാ ഗൈസ്. അതായത് പിന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ലൈസൻസ് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ സമയം കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം എടുക്കാൻ തന്നെ തീരുമാനിച്ചു. നമ്മുടെ സ്ട്രോം അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്, ഡൈക്കോർ ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ നേരെ പോയിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോവാണ്. ആശാനെ ആദ്യം തന്നെ വെറുപ്പിച്ചാക്കരുത് കേട്ടോ. ഇല്ല, ആ കാലയിലൊക്കെ വീണ് അല്ലേ എല്ലാ പരിപാടിയും ചെയ്തിട്ടാണ് എടുക്കാൻ വേണ്ടി അല്ലേ ഗൈസ്. അപ്പം ഞങ്ങൾ നേരെ പോവാം കേട്ടോ. അതായത് ഇന്ന് ഞങ്ങളുടെ സോളാറിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി സോളാറുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയാണ് ആ കാണുന്നത്. അപ്പം ഇന്ന് KSEBിലൊക്കെ പോകണം. ഞാൻ അതൊക്കെ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടുന്ന് നേരെ വണ്ടി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വെച്ചു. ദീപിച്ചേട്ടൻ വണ്ടി എടുത്തു. എല്ലാവരുടെ കയ്യിലും ഓരോ ടൂൾസ് അല്ലേ. ഇവൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, 360 ക്യാമറ എടുത്തിട്ടുണ്ട്, സാധനം നിങ്ങൾ എടുത്തിട്ടുണ്ട്. ആകെ 7 കിലോമീറ്റർ കിട്ടത്തുള്ളൂ കേട്ടോ. 7 കിലോമീറ്റർ അത്രേ കിട്ടത്തുള്ളൂ. 7 കിലോമീറ്റർ ടോട്ടൽ ഇരുട്ടിപ്പോട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാലോ. ഇന്ന് നിങ്ങൾ രണ്ടുപേരും വെള്ളം തോന്നുന്നു. 9 മണിയാ സമയം പറഞ്ഞത്. ആണോ? ഞങ്ങൾ ബേക്കിലുണ്ടാകും കേട്ടോ. നീ എന്ത് ചെയ്യുവാ? ഇങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചു പറയാം. അവർ പറയുന്ന പ്രശ്നം കേൾക്കണം കേട്ടോ. ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും. വ്യത്യാസം ഒന്നും വരുത്തിയാക്കരുത്. അതല്ല, ഗിയർ വളരെ ശ്രദ്ധിച്ച് ഇടാവുള്ളൂ കേട്ടോ. പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ. ഗൈസ്, പണ്ട് ലിവിനൊന്നും ഓടിക്കാൻ കൊടുത്തത് എൻ്റെ തലയുടെ കൂടി ഇത്രയും വലിയ മുഴയാട്ടോ വന്നു. ഒറ്റ അടിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ലിവിന് ശിക്ഷണം ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു വേറൊരു പ്രശ്നം. ആണോടാ? എനിക്ക് അങ്ങനെയല്ല, ഇവനെ ട്രാൻസ്ലേറ്റർ ഇടാൻ നേരത്തെ ഒരു തപ്പലേ ഉള്ളൂ. എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്റർ ഇടാൻ നേരത്തെ ഒരു തപ്പലേ ഉള്ളൂ. ആക്സിലേറ്റർ ഇടുമല്ലോ ഇവനെ, ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാൻ നേരത്തെ ഒരു പ്രശ്നമുള്ളൂ. ബാക്കിയൊന്നും പ്രശ്നമല്ല. ബാക്കി സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്, അത് ഉറപ്പാ. രാവിലെ ആയതുകൊണ്ട് നല്ല കിട്ടിയില്ലെല്ലാം കോടയാട്ടോ. കൂടൽ മഞ്ഞില്ല. ഓഹോ, നല്ല കോട, നല്ല തണുപ്പാട്ടോ രാവിലെ വൈകുന്നേരം. ഇന്നലെയൊക്കെ എന്നാ തണുപ്പായിരുന്നു, അസാമാന്യ തണുപ്പ്. ഗൈസ്, അവരെ ഇന്ന് പേപ്പർ ശരിയാക്കാണ്ട് വന്നതാണ്. അപ്പം പേപ്പറും കാര്യങ്ങളൊക്കെ ഇനി വന്നിട്ട് വേണം സൈൻ ചെയ്യാനും സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അത് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. പിന്നെ ഇനി നമുക്ക് മറ്റേ സോളാറിന്റെ ഇന്ന് നാളത്തോട് കറണ്ട് വരൂലേ? എനിക്കറിയത്തില്ലടാ. ഇന്നിപ്പോൾ ചെന്ന് നമ്മൾ ഒപ്പിട്ട് കൊടുത്തൊക്കെ അവര് ഞങ്ങളുടെ വണ്ടി കരുതുകൊണ്ട് ഭയങ്കര വൃത്തിയാട്ടോ വണ്ടിക്കും. ഇത് കണ്ടോ, ഇവിടെയാണ് സോളാർ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഈ വെച്ചിട്ടിപ്പം വലിയ ദിവസമൊന്നും ആയിട്ടില്ല. നജീബിക്കൊക്കെ വെക്കുന്നുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു വരി, അതിൻ്റെ ബേക്കിലൊരു വരി, അതിൻ്റെ ബേക്കിലൊരു വരി, അങ്ങനെ മൊത്തം 10 kV ആട്ടോ നമ്മുടെ സോളാർ. 10 kV ലൈനാ അല്ലേ? ഗൈസ്, 10 kV ലൈനാണ്. അവരാമി എത്തിയിട്ടോ. ഐശ്വര്യം ആശാന്റെ തെറി കേൾക്കാനായിട്ട് മാത്രം. അതിനാ പ്രോ ഡ്രൈവർ കാന. ഓക്കെ ഗൈസ്, പേരെന്തെങ്കിലും അടിക്കണ്ട, അത് അടയ്ക്കണം. നമുക്ക് നേരെ പോയില്ല, ആ ചവിട്ടിയാണ് സൗണ്ടാ. നമ്മ വണ്ടി എന്നെ പ്രശ്നേ ഗൈസ്, നമ്മ വണ്ടി എന്നെ പ്രശ്നം. 9 മണിക്കാണ് ചെല്ലണ്ട. ഇപ്പം തന്നെ 9:18 പോവാൻ തീർച്ചേട്ടാ. അയ്യോ ഭാഗ്യം, ഇതിനടിക്കാൻ സാധനങ്ങളെല്ലാം കയറ്റി വെക്കണം. 19 ഗൈസ്, നേരെ പോവാം. എങ്ങോട്ടാ പോണ്ടേ? അങ്ങാടി എവിടെ? അങ്ങാടിയിൽ നമ്മുടെ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതല്ലേ? അതൊക്കെ പഠിക്കാൻ. ഇതാണ് അതെ. നമ്മൾ ഇന്ന് ഏത് റൂട്ടിലാണ് പോകുന്നത്? അതെ, ഈ വണ്ടിയാണ് നമ്മൾ ഇന്ന് ലിബിനും അഭിരാമി ഓടിക്കുന്ന വണ്ടി. അതിന് മുമ്പേ ക്യാമറകൾ ഓരോന്നൊക്കെ ഇതിൻ്റെ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടോ. ഞങ്ങളുടെ വണ്ടി ചേട്ടാ, എനിക്ക് അവിടെ ഇവിടെ സൈഡ് അതാ ഈ കാണുന്ന ഇവിടെ മാത്രമേ തപ്പലുള്ളൂ. ഇതുണ്ടോ, ഇവിടെ സൈഡാക്കി. എന്നിട്ട് വേണം നമുക്ക് വിജയേട്ടൻ്റെ കൂടെ ഇതിൽ ഓടിക്കാൻ പഠിക്കാൻ കേട്ടോ. ഇത് EK എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന കമ്പനി ഇതാണ്. ഏറ്റവും പഴക്കമുള്ളതും അല്ലേ? ഏറ്റവും എല്ലാ പേപ്പറൊക്കെ ഞങ്ങളുടെ വണ്ടിയുടെ ഒക്കെ സഫാരിയുടെ ഒക്കെ ഡൽഹി. പിന്നെ
50 വർഷം പഴക്കമുള്ള ഡ്രൈവിംഗ് സ്കൂളാണ്. ഞങ്ങൾ ഈ വണ്ടിയുടെ പേപ്പർ മാറാൻ വേണ്ടി കൊടുത്തേക്കുന്ന സോണിൻ്റെ അടുത്താ പൈസ നോക്കൂ. അപ്പം അവിടെ ഞങ്ങൾ എല്ലാവരും ഏതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫൈനലി ഇതിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പം ലിവിനെ തുടങ്ങാം. ആദ്യം കയറിയിരിക്കില്ല, പുള്ളിയാ കയറണ്ടേ. നീ അങ്ങോട്ടാ പോകുന്നേ? ആയില്ല, വേണ്ട ചേട്ടൻ കയറിക്കോ. ആരാ ആദ്യം? അഭിരാമി ഉണ്ട്, ഇവനും ഉണ്ട്. ആ എടുത്തോട്ടെ. ഫൈനലി എല്ലാരും വണ്ടിയെ കയറി. ദീപിച്ചാണ്ട് തൊപ്പി തിരിച്ചു വെക്കാം. അഭിരാമി വണ്ടി ഓടിക്കുമ്പോൾ ഫോണ് വിളിക്കരുത്. കർശനമായ ഭയങ്കര ഇതുള്ളതാണ്. ഞാൻ ഫോൺ വണ്ടി ഓടിച്ചില്ലല്ലോ. അപ്പൊ ചേട്ടനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ചേട്ടന്റെ പേര് പറയാവോ? എന്റെ പേര് വിജയൻ. വിജയൻ ചേട്ടനാണ്, അങ്ങാടിക്കടവുകാരനാണ്. അങ്ങാടിക്കടവന്നല്ലേ? ഗൈസ് നോക്കൂ, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് താമസിക്കാം. ചേട്ടന്മാരൊക്കെ ഇവിടെ പണ്ട് മുതലേ ഉള്ള താമസക്കാരാണ്. ചേട്ടൻ മാത്രമല്ല, ചേട്ടനാണ് ഈ ഏരിയയിലെ എല്ലാ ആൾക്കാർക്കും വളയം പിടിപ്പിക്കാൻ പഠിപ്പിച്ചു. ചേട്ടൻ എത്ര കൊല്ലം ചേട്ടാ? ഞാൻ ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് 9 വർഷമായി. ഇവിടെ തുടങ്ങിയിട്ട് 9 വർഷമായി. ഗൈസ് ഇതെങ്ങനെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇവർക്ക് ട്രാക്ക് സ്കൂളാണ്. അല്ല, ഇവർക്ക് ട്രാക്ക് ഉണ്ട് സ്വന്തമായിട്ട്. എനിക്ക് തോന്നുന്നത് ചേട്ടാ ട്രാക്ക് എവിടെയാ ചേട്ടാ ഇവർക്കുള്ള? ഇവർക്ക് ട്രാക്ക് ഇല്ലേ സ്വന്തമായിട്ട്? അഭിരാമി പരിങ്ങുന്ന അവിടെ ഇടത്തൊട്ടിയിലല്ലേ? ഞാൻ അപ്പളേ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ പൊക്കി ഇപ്പം പൊക്കി പറയുന്ന കാണാം. പോടി വണ്ടി പോയിട്ട് വെപ്രാളം പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ. ഗീറൊക്കെ ഏതാ ഗീറാണാവോ? പോട്ടെ. അഭിരാമി ആക്സിലേറ്റർ മാറുന്നില്ല, എന്നെ പോലെ തന്നെയാ. മാക്സിമം ഓടിക്കോട്ടെ. ഗൈസ് അഭിരാമി ഓടിക്കുന്നുണ്ട്. വല്ല കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ലിപിക്ക് എന്നാ തോന്നുന്നത്? കുഴപ്പമില്ല, ഇച്ചിരി കൊണ്ട് നമുക്ക് കുഴപ്പമുണ്ട്. ഒറ്റ ഗീറെ തന്നെ. ഈ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ വിഷയമാണ് ഈ സ്റ്റിയറിങ്ങിന്റെ മേലേക്ക് കയറി ഇരുന്നൊരു ഓടിയത്. അഭിരാമി അതൊന്നും പാടില്ലേ? എന്നാ പോകും. അടിപൊളി. ഓട്ടോയ്ക്കൊക്കെ കാശ് കൊടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. എല്ലാം ശ്രദ്ധിച്ച്. അതിനവിടെ ബ്രേക്ക് ഉണ്ട് ചേട്ടാ? ചേട്ടന്റെ അടുത്ത് ബ്രേക്കും ആക്സിലേറ്ററും ഉണ്ട്. ഇവരെടുത്തു ബ്രേക്കും ക്ലച്ചും. ഗൈസ് ഇവിടെ ഫ്രണ്ടിൽ ഒരു ബ്രേക്കും ക്ലച്ചും ഉണ്ട്. അതുകൊണ്ട് വലുതായിട്ട് പേടിക്കാനില്ല. നമുക്ക് ഇച്ചിരി നമുക്ക് ഹൈവേ നോക്കിയിട്ട് അഭിരാമിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളവും തിരിവല്ലേ അല്ലേ? അല്ല, നമുക്ക് കയറ്റത്തിൽ കൊണ്ടാ. അടിപൊളി. എങ്ങനെയാന്ന് വണ്ടി അഭിരാമിക്ക് അറിയാൻ കേട്ടോ. ചേട്ടൻ വിചാരിക്കുന്നു ഞാൻ രക്ഷപ്പെട്ടു. എടി നീ ഇങ്ങോട്ട് നോക്കി ചിരിക്കാതെ നീ അവിടെ ഒന്ന് ഓടിക്കാൻ. ഇപ്പം പോകുന്നത് ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ കൂടെയാണ്. ഇതിനു ശേഷം ലിബിൻ. ഞാൻ പ്രോ ഡ്രൈവർ അല്ലേ? എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ പ്രോ ഡ്രൈവറാണ്. എത്ര രാജ്യത്തുനിന്ന് ഞാൻ ഇവന് വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇന്നേ വരെ ഇവൻ ഓടിച്ചിട്ടില്ല കേട്ടോ. ഇന്നേ വരെ ഇവൻ വണ്ടി ഓടിച്ചിട്ടേ ഇല്ല. ആയിക്കോട്ടെ, സാറാമ അങ്ങ് ഓടിച്ചാലും. പേര് സാറാമ്മന്നല്ലേ? അല്ല, ആൻമേരിയ. ഇവിടെ ശ്രദ്ധിക്ക്, ഫോർ കൊടുക്ക്. അഭിരാമിക്ക് കിട്ടാനുള്ള കിട്ടി തുടങ്ങി ഗൈസ്. വളരെ ശ്രദ്ധിച്ച് ഓടിക്കണേടി. മിണ്ടായി ശ്രദ്ധിക്കുക, കോൺസെൻട്രേഷൻ ചെയ്യും. ആശാനും ശിഷ്യനും തമ്മിലുള്ള ഇതിലേക്ക് തിരികെയാണ്. ഇവനെ ആദ്യം തന്നെ നമ്മൾ മുന്നോട്ടൊരു ബിന്ദുവിലോട്ട് നോക്കുക. നമ്മൾ താഴോട്ട് വണ്ടി ഓടിക്കാൻ നോക്കരുത്. അതാണ് ഇതിൻ്റെ അത് ഫസ്റ്റ് ഇത്. രണ്ടാമത് ബ്രേക്ക്, ആക്സിലേറ്റർ. ആ വണ്ടീനെ കയറ്റിവിടും അഭിരാമി. വീട്ടിലോടിക്കാം. ഞാൻ ഓട്ടോനെ പിടിക്കാൻ അഭിരാമി. എടി ശ്രദ്ധിച്ചു കളിക്കണേ. ലിവിനങ്ങനെ പലതും പറയാ. ഇനി ആശുപത്രി കിടക്കാൻ വയ്യാത്തോണ്ടാ അല്ലേ? അടിച്ചു വിട്ട് പിടിച്ചോളെ. പിന്നെ അല്ലാതെയാണ് നിന്നെ പോലെയുള്ള ആൾക്കാർ ഇതിന്റെ അകത്ത് കയറ്റി ഓടിക്കുന്നത്. അഭിരാമി വെച്ച് കീച്ചു വിടും കേട്ടോ അങ്ങോട്ട്. അഭിരാമിക്ക് ഡ്രൈവിംഗ് അറിയാം. ഇവനെ ബേസിക് അറിയാവുന്ന കേസല്ലേ? നേരത്തോട്ടാണ് ഓടിക്കുന്നതല്ലേ? നമ്മളല്ല ഓടിക്കാതിരിക്കുന്നത്. അതിൻ്റെ ഒരു കുഴപ്പങ്ങളേ ഉള്ളൂ. അഭിരാമി ഇങ്ങനെ പേടിയില്ല. എനിക്ക് ഭയമില്ല. ഭയം തീരെ ഇല്ലല്ലേ ദീപിച്ചേട്ടാ? ഭയം എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ. പെട്ടെന്ന് പഠിക്കും. കാരണം ചിലപ്പം വണ്ടിയിൽ ഇരുന്ന് കണ്ട് കുറെ ഓടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇനിയിപ്പോ ഈ സ്റ്റിയറിംഗ് ഗിയറും ആക്സിലേറ്ററും സെറ്റ് ആക്കി ഓർമ്മയൊന്നുമില്ല. അങ്ങ് പൊക്കോ. ഇതിൽ ശ്രദ്ധിക്കണേ കേട്ടോ.
അവര് പറയുന്നത് ശ്രദ്ധിക്കരുത്, വാഹനം ശ്രദ്ധിക്കുക, റോഡ് നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മളേലായിരുന്നു. പ്ലീസ് കെയർഫുൾ. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം പേടിക്കണ്ട. ആ അല്ല, അവിടെ ബ്രേക്കിംഗ് കളിച്ചുണ്ടല്ലോ. ഓ അത് ശരിയാ. വിളിച്ച് 5 ബുക്ക് ചെയ്തു. എന്റെ അഭിരാമി, നീ വായിച്ചാളം നിർത്തി വണ്ടി ഓടിക്കടി പ്ലീസ്. അഭിരാമി അങ്ങ് കിട്ടി ഇപ്പൊ ട്രിപ്പ് പോകുന്ന പോലെ അങ്ങ് പോകുക കേട്ടോ. ചേട്ടാ ഒരു ദിവസം എത്ര കിലോമീറ്റർ കൊടുക്കും ചേട്ടാ? 7 കിലോമീറ്റർ ഒരു ക്ലാസ്. ഒരു ക്ലാസ് 7 കിലോമീറ്റർ. ഒരാൾക്ക് 7 കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കാൻ വേണ്ടി. എച്ചെടുത്ത് പഠിക്കാൻ നമ്മുടെ ഇവിടെ തന്നെ ഇതില്ലേ? അവിടെ ഗ്രൗണ്ട് ഉണ്ട്, അങ്ങാടിയിലുണ്ട്. അഭിരാമി വന്നായിരുന്നു. ഓരോ ദിവസവും ഓരോന്നാണോ? അല്ല, റോഡ് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഞായറാഴ്ചയാണ് എച്ച് കൊടുക്കുന്നത്. ഞായറാഴ്ചകളിൽ എച്ച് പഠിക്കാൻ വരുന്നുണ്ട്. എല്ലാ ഞായറാഴ്ച? എല്ലാ ഞായറാഴ്ച. എല്ലാ ഞായറാഴ്ച ആയിട്ട് ഇവിടെ എച്ച് കൊടുക്കുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ എത്രത്തോളം പഴക്കം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ മാറാത്തോണ്ടാട്ടോ അഭിരാമി. മാറിക്കൊടുക്കും. ഓക്കെ, ബ്രേക്കല്ലേ കാല് ബ്രേക്കെ തന്നെ. പിന്നെ എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊടുത്ത് ഡ്രൈവിംഗ് പഠിക്കുക അത്രത്തോളം നല്ലതാണ്. നമ്മള് ടൗൺ എത്താൻ പോവുക. ടൗൺ എത്താൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യമേ വണ്ടിയുടെ സ്പീഡ് കുറയണം. കുറച്ച് കുറയ്ക്കുക, ക്ലച്ച് വെട്ടി ബ്രേക്ക് വെട്ടി കുറയ്ക്കുക. സെക്കൻഡിലേക്ക് മാറട്ടെ, നോട്ടറാക്കി സെക്കൻഡ്. എന്നിട്ട് സാവകാശം പോകും. എന്നിട്ട് അവിടെ പോട്ടെ, അക്സെപ്റ്റ് കൊടുക്കും, പോട്ടെ. എന്നിട്ട് ആ വെള്ള വണ്ടി കിടക്കുന്നിടത്തേക്ക് ആ റൂട്ടിൽ നമുക്ക് പോകണ്ട, ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ അഡ്വാൻസ് എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഇടും ലെഫ്റ്റിലേക്ക്. ഓക്കെ, എന്നിട്ട് ഒരു ക്ലച്ച്, ഒരു ഹാഫ് ക്ലച്ച്, എന്നിട്ട് വയ്ക്കും. ഹാഫ് ക്ലച്ചിൽ ആക്സെപ്റ്റ് കൊടുത്ത് പോകുമ്പോൾ നല്ല പോട്ടെ. റൈറ്റ് നോക്കണം വണ്ടി വരുന്നുണ്ടോ. ഇല്ലെങ്കിൽ വണ്ടി വരുന്നുണ്ടെങ്കിൽ നിർത്തണം, വണ്ടി വരുന്നില്ലെങ്കിൽ നിർത്തണ്ട. ആ പകുതി ക്ലച്ചിൽ മെല്ലനെ സ്ലോയിൽ അങ്ങ് തിരിച്ചു വയ്ക്കും. ആ ധൈര്യമായിട്ട് വയ്ക്കും. ബ്രേക്ക് വേണ്ട, പോട്ടെ. പോട്ടെ, ആക്സെപ്റ്റ് കുറച്ച് കൊടുക്കും. ക്ലച്ച് അവിടെ ഇരുന്നോട്ടെ പകുതി. നേരെ സ്പീഡ് കുറഞ്ഞ് കണ്ടിന്യൂ ചെയ്യും. നേരെയാക്കും. ഇനി സ്പീഡാക്കി പോവാം. ഇനി സ്പീഡാക്കി തേർഡും ഫോർത്തും ഒക്കെ ഇട്ട് അടിച്ചു വിട്ട് പോട്ടെ ഇവിടെ. പോട്ടെ. ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ, പഠിക്കുന്ന സമയത്തുകൊണ്ട്. എപ്പോഴും മാനുവലിൽ പഠിക്കുന്നല്ലേ ഏട്ടാ നല്ല? അതെ അതെ അതെ. ഓട്ടോമാറ്റിക് പഠിക്കാതിരിക്കുന്നല്ലേ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതും എടുക്കാമല്ലോ. ഇപ്പൊ വിത്ത് ഗിയർ വിത്തൗട്ട് ഗിയർ ഉണ്ടോ? രണ്ട് സൈസായിട്ട് കിട്ടുമോ? വിത്ത് ഗിയർ ആണെങ്കിൽ രണ്ടും ഓടിക്കാം. വിത്തൗട്ട് ആണെങ്കിൽ അത് മാത്രമേ ഓടിക്കത്തുള്ളൂ. പട്ടിയാടി എന്ത് ചെയ്യണം? അഭിരാമിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്റെ മൈക്ക് ഫ്രണ്ടിൽ പട്ടിയാടി ഇപ്പം ബ്രേക്ക് ചവിട്ടിയില്ല, ചേട്ടൻ ചവിട്ടി. ദൈവാനുഗ്രഹം. പോട്ടെ. ഇനി അത് കൊടുക്ക, അതിനോട്ട് കൊടുക്കുക. അല്ല പൊയ്ക്കോ, പൊക്കോളൂ. നീ എടുത്തു പോക്കോ. റോട്ടിലധികം ഇറങ്ങാത്ത പട്ടിയെ. സാധാരണ ആൾക്കാർ ഇന്ന് വണ്ടി ഓഫ് ആണ്ട്, ഇവിടെ ഇന്ന് ഓഫ് ആവുന്നില്ല. ചേട്ടന്റെ ക്ലച്ച് ഉള്ളതുകൊണ്ടാണ് കേട്ടോ സംഭവിക്കാത്തൊന്നും. സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കണ്ട കേട്ടോ. നീ വലിയ ഇതൊന്നും വേണ്ട കേട്ടോ, ചേട്ടനെ പകുതി ഓടിക്കുന്നേ. അതൊക്കെ നോക്കിയാൽ മതി. ആയിക്കോട്ടെ സാറേ. ഫൈനലി ഞങ്ങള് ഫ്രണ്ടിലേക്ക് പോവാ കേട്ടോ. ഇവിടുന്ന് കറങ്ങി അങ്ങാടിക്കട ആകുമ്പം 7 കിലോമീറ്റർ ആവും കേട്ടോ. അല്ല, ഇവിടുന്ന് അഭിരാമിക്ക് ലെഫ്റ്റ് സെക്കൻഡ് ഇട്ട മോള് ക്ലച്ച് വെട്ടിയിട്ട് ഓക്കെ സ്ലോ ആക്ക്. റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ. നമുക്ക് ഇങ്ങോട്ട് പോകണ്ടേ, ടേൺ സ്ലോ പോണേ. സ്ലോയിൽ നോക്കി പോകും. സ്ലോയിൽ പോട്ടെ. ചരളെത്തി കേട്ടോ. ചരളല്ലേ വലത്തോട് പോകുന്നുണ്ട് ചേട്ടാ? ചരള ഇല്ല മോനെ. നമ്മൾ നേരെ അങ്ങാടിക്കടവിന് തന്നെയാ. നമ്മള് നേരെ ഇപ്പൊ പാലത്തുക്കടവില്ലേ, അവിടെ വരെ പോവാ. അവിടെ വരെ അഭിരാമിക്ക്. അവിടെ നിന്ന് തിരിച്ചു കൊച്ചിന്. എനിക്ക് ഇറക്കം കിട്ടി, ഇറക്കം കിട്ടി. ഇറക്കൊന്നല്ലടാ, ഇതേപോലെ തന്നെ അല്ലേ? അവിടെ ഇങ്ങോട്ട് കയറ്റമുണ്ട് കേട്ടോ. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്ത അഭിരാമി. നിർത്തി കഴിഞ്ഞാൽ ഏത് കയറാ? ഫസ്റ്റ് ആയിട്ടോളൂ. പുറകോട്ട് പോകാതെ കയറ്റം എടുത്ത് കാണിക്കും. ക്ലച്ച് അമർത്തുക. ക്ലച്ച് നിർത്തണം. പതുക്കെ വളരെ പതുക്കെ വലിച്ച്. അതിന് മെല്ലെ ബ്രേക്ക് അയച്ചു നോക്കുക. അവര് മെല്ലെ ബ്രേക്ക് അയച്ചു നോക്കുക. ബ്രേക്ക് ആക്സിഡന്റ് കൊടുത്തോണ്ട് ക്ലച്ച് ലൂസാക്ക്. അതെങ്ങനെയാ പോയത്? ചേട്ടാ പഴയ പരിപാടി, ഒറ്റ ഓർണം. ഒരു ചാൻസ്, അതൊന്നും മാറ്റില്ല. ഒരു ചാൻസ് ആദ്യം തരുവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റ ചാൻസ് തരുവുള്ളേ. ഓർക്കുക. ഇനി നോക്ക്. ആക്സിഡന്റ് കൊടുത്തോണ്ടിരിക്കേ. അഭിരാമി ആ ഒച്ച വരുമ്പോ ക്ലച്ച് ലൂസാക്കുമ്പോളൂ. ക്ലച്ച് ബാക്കോട്ട് ലൂസാക്കിയാൽ മതി. ഒച്ച വരുമ്പോ ആക്സിഡന്റ് കൊടുത്ത് ഒച്ച വരുമ്പോ കൊടുക്ക്. മതി. ബ്രേക്ക് തന്നെ എടുക്ക്. ആക്സിഡന്റ് കൊടുത്തോണ്ടിരിക്കേ. ആക്സിലേറ്റർ എവിടെ? പിന്നെ എന്നാ താമസിക്കുന്നേ? വീണ്ടും നിർത്തിയെടുക്ക്. ഒന്നും കൂടെ എടുക്ക്.
ഒരു 3-4 പ്രാവശ്യം എടുക്കുക. ശരി അഭിരാമി ആക്സിലേറ്റർ കൊടുക്കും എന്നിട്ട് മറ്റേ ക്ലച്ച് ലൂസായി കൊടുത്താൽ മതി. ഒത്തിരി വലിച്ച ഓടിക്കുമ്പം കാണണേ. കൊടുക്ക്. ഇതൊക്കെ അറിയാം. എനിക്ക് ഗിയറിലുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അടുത്ത ലിമിറ്റ് മുഴുവനാണ് കാണാറുള്ളത്. ഗിയർ നിങ്ങൾ മാറ്റി തരുമെങ്കിൽ ഞാൻ എവിടെ വേണ്ടി വണ്ടി ഓടിക്കും. നേരത്തെ പറഞ്ഞ ക്രെയിൻസ് ഓക്കെ, അങ്ങനെ മനസ്സിലായോ? അത് ശരിയായിട്ടില്ല, കുത്തല് വരുന്നുണ്ട്. ഇങ്ങനെ എടുത്താലേ അവരാമി ചൊവ്വുള്ളൂ കേട്ടോ ഡ്രൈവിങ്. കൊടുക്ക്. വെറുതെ ഓടിക്കാനാണ് ആർക്കും ഓടിക്കാട്ടാ. ഒന്നും കൂടി എടുത്ത് കാണിച്ചേ. ഓക്കെ, നീ സ്വന്തമായിട്ട് എടുക്കും, ഞാൻ മിണ്ടുന്നില്ല. കാല് കൊടുക്കടി. അന്നേരം ആക്സിഡന്റ് കൊടുക്കുക, അമർത്ത്. ആ എരമ്പിച്ച വരുമ്പോ ലൂസാക്കുക. ഫുള്ള് ലൂസാക്കുക. ഒരു തലമുടിതാരുടെ കരത്തിലെ ലൂസാക്കാവുള്ളൂ. അവരമ്മി കുറച്ച് അത് കൊടുത്തോണ്ടിരിക്കുക. ക്ലച്ച് ഇങ്ങനെ പതുക്കെ അയക്കുക. അങ്ങനെ ഓക്കെ. ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് കാല് കൊടുത്ത് ആക്സിലേറ്റർ കൊടുക്കുക. ബ്രേക്ക് അയച്ച് നോക്ക് മോളൂ. മതിയടി, കൊടുക്ക അങ്ങോട്ട്. ചെയ്യട്ടാ എന്റെ അഭിരാമി അവരാമി നീ ചെയ്യടി അവിടെ നോക്കിട്ട്. മോശം മോശം. ശരിയോ? ഓർത്ത് ആ കൊടുക്കേ. ബ്രേക്ക് അയച്ച് നോക്ക്. ആക്സിഡന്റ് കൊടുത്തോണ്ടിരിക്കേ. അഭിരാമി ആക്സിഡന്റ് കൊടുത്തു. എല്ലാം കൊടുത്തു എന്നാ കൊടുത്തെങ്കിൽ വണ്ടി ഒച്ച വരികയല്ലേ. ഇതേനാ? ആ അങ്ങനെ കൊടുത്താ പോരെ. ഇച്ചിരി കൂട്ടി കൊടുക്ക്. കയറ്റമല്ലേ, ഫുള്ള് ആളാ. നമ്മൾ 5 പേരുണ്ട്. ആക്സിഡന്റ് അമർത്ത്. ഇത് കാലി വണ്ടി അല്ല മോളെ. ഇത്ര ലോഡ് വലിച്ചു കയറണ്ടേ. അന്നേരം ആക്സിഡന്റ് കൊടുക്കണ്ടേ വേണ്ടേ? ആ സെക്കൻഡ് പോട്ടെ, അടിച്ചുവിട്ട് പോട്ടെ. അവരാമി ശ്രദ്ധിച്ച് ഓടിക്കരുത്. ഇച്ചിരി കൊടുത്താൽ പോരാ, ഇച്ചിരി കൂട്ടി കൊടുക്കണം. നേരെ റേസിങ്ങിന്റെ ഒച്ച വരുമ്പോ ക്ലച്ച് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ കയറും. ശരിക്കും ഒരു ഡ്രൈവിങ്ങിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മൾ ക്ലച്ചും ആക്സിലേറ്ററും തമ്മിലുള്ള ബന്ധം കറക്റ്റാക്കുക എന്നുള്ളതാട്ടോ. അത് കറക്റ്റായാലേ നമ്മളൊരു ഇപ്പോൾ ഒരു സപ്പോസ് ഒരു വലിയ കയറ്റം നിന്നു നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ട്രാഫിക്കിൽ നമുക്ക് വാഹനം സ്മൂത്തായിട്ട് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോഴുള്ള വാഹനങ്ങളൊക്കെ ഓഫാകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫാകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ പണ്ടത്തെ വാഹനങ്ങളതൊന്നുമില്ല. അപ്പം എന്താ പറയുക, പണ്ടത്തെ വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കാൻ ഇന്നത്തെ വാഹനങ്ങൾ ഭയങ്കര സെറ്റപ്പ് ടെക്നോളജി. ഡ്രൈവിംഗ് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മറ്റേ സാധനത്തിൽ പഠിക്കണം. അതായത് മറ്റേ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടിയിൽ. ഇത് പവർ സ്റ്റിയറിംഗ് ഇല്ലല്ലോ. ഇല്ല. അത് തന്നെ സിമ്പിളാ. ഏത് വണ്ടി എടുക്കാം. ശരിക്കും ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കയറ്റത്തിൽ ബ്രേക്ക് ചവിട്ടേണ്ട, ആക്സിലേറ്ററും ക്ലച്ചും ഞാൻ അങ്ങനെ വണ്ടി എടുക്കാറ്. അങ്ങനെ എടുത്താലും ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ലച്ചേലും വണ്ടി നിർത്താറ്. ക്ലച്ചേൽ ഇങ്ങനെ നിർത്തിയിട്ട് സെറ്റപ്പ് ചെയ്യാം. മുന്നോട്ട് പോവാതെ റിവേഴ്സ് എടുത്ത് കാണിച്ചേ. ക്ലച്ച് വലിക്കുന്നു. ക്ലച്ച് വലിക്കുക അഭിരാമി മുമ്പത്തെ പോലെ തന്നെ. എന്നിട്ട് ക്ലച്ച് വലിച്ചിട്ട് വണ്ടി നിന്നോന്ന് ബ്രേക്ക് ലൂസാക്കി നോക്ക്. ഓക്കെ, നീ ആക്സിലേറ്റർ കൊടുത്തോണ്ടിരുന്നു. പൊടി ക്ലച്ച് ലൂസാക്കി കൊടുക്ക്. പൊടി ക്ലച്ച് ലൂസാക്കി കൊടുത്തു. അങ്ങനെ തന്നെ, അത് തന്നെ. ഓക്കെ, ചവിട്ടി നിർത്ത് അഭിരാമി. ഈ ക്ലച്ച് ആ പോകുന്ന കണ്ടീഷനിൽ മാത്രം കാലവിടെ വെച്ചേക്കണം. പിന്നെ എടുക്കരുത്. പിന്നെ എടുത്താൽ ഭയങ്കര സ്പീഡാവും. നമുക്ക് ആർടിഒൻ്റെ അടുത്ത് അങ്ങനെ ഒന്ന് എടുത്ത് കാണിച്ചാൽ മതി. ജസ്റ്റ് ബാക്കോട്ട് ഒന്ന് എടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ ആ ക്ലച്ച് കുറച്ച് ഹാഫ് ക്ലച്ച് ലൂസ് ആക്കുമല്ലോ. ഹാഫ് ക്ലച്ച് ആക്കി കഴിയുമ്പോൾ വണ്ടി പുറകോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതേ പൊസിഷനിൽ തന്നെ ക്ലച്ച് കാലിരുന്നോണം. പിന്നെ നിങ്ങൾ വലിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒന്നും കൂടെ എടുത്ത് കാണിച്ചാൽ ബാക്കോട്ട്. വണ്ടി പോയാൽ മതി. വണ്ടി നീങ്ങിയാൽ മതി, മുന്നോട്ട് പോവാതെ. ബ്രേക്ക് ആയിക്കേ. ആക്സിലേറ്റർ കൊടുക്ക്. ക്ലച്ച് അവിടെ ഇരുന്നോട്ടോ കേട്ടോ. ഇനി ഒരു പൊടി അയച്ചു കൊടുത്ത്. ഒരു പൊടി ഉരുളാൻ വേണ്ടി മാത്രം പൊടി അയച്ചേ. ക്ലച്ച് ഇച്ചിരി കൂടി അങ്ങനെ പിടിച്ചു. ഇങ്ങനെ സാറിനെ ഒന്ന് എടുത്ത് കാണിച്ചാൽ മതി. ഇങ്ങനെ ഇറക്കത്ത് നിർത്തും ആ ബെൻകിലിന്റെ അവിടെ. ഇത് കൂടുതൽ വലിക്കരുതെന്നാ പറഞ്ഞെന്ന് പറയുന്നത്. എന്താ കേൾക്കാത്തത്? വലിച്ചോണ്ട് ഓഫായത്. അല്ലല്ല, വലിച്ചോണ്ട് ഓഫായത്. അല്ലെങ്കിൽ ഓഫാക്കിയല്ലോ, ഒരു കാരണവശാലും ഓഫാക്കിയാലോ. നീ ന്യായീകരിക്കാതെ ഇവര് പറയുന്ന കേക്കടി. ഇനി ആക്സിലേറ്റർ കൊടുക്ക്. ആക്സിലേറ്റർ കൊടുക്ക്. ഇതവിടെ ഇരുന്നോട്ടെ ക്ലച്ച്. നൈസായിട്ട് പറ്റുന്നൊക്കെ അഭിരാമിക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ. ക്ലച്ച് ബ്രേക്ക് ഫസ്റ്റ് എല്ലാം ഇവിടുന്ന് താളം പറഞ്ഞിട്ട് അവിടെ ഓടിക്കാറില്ല, നാറിപ്പോട്ടാ. മൂന്നാമത്തെ ക്ലാസ്. റോഡ് എത്രയാ? 3. ഒരു എച്ച് വന്നിട്ടില്ലേ?
ഒരച്ചു 4 ഗ്ലാസ് വെച്ചെടുത്തു ചേട്ടാ. വെച്ചെടുത്തില്ല. അഭിരാമി തെറ്റി ചേട്ടന് ഇഷ്ടം വരച്ചിട്ടുണ്ടോ? എച്ച് ഞാൻ ഇഷ്ടമായിട്ട് കുറച്ചായിരുന്നു. 2-3 പ്രാവശ്യം വരുമ്പോഴത്തേനും ആയിക്കോളും. ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ അറിയാമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത്. ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാര് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുക്കുന്ന ഏറ്റവും പണിയാട്ടോ. ഡ്രൈവിംഗ് അറിയില്ലാത്ത ആൾക്കാര് ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. നല്ല ഐഡിയ ഉണ്ട്, വേഗം പഠിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. ഇവക്കല്ലേ ഇവള് വണ്ടിയെ കയറി ഇരുന്നപ്പോ തന്നെ ഇവള് അനിയൻ ഒറ്റ കരച്ചില്ല. നീ എന്നെ ട്രോളാതെ നീ നേരെ ഓടിക്കാൻ വരിക. നിങ്ങൾ വീട്ടിലേക്ക് വരണേന്ന് ആലോചിച്ചോളോ. അല്ല ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞാൽ അവരമ്മ ഇനി ഫസ്റ്റ് ഇട്ടിട്ട് പെട്ടെന്ന് ചവിട്ടി കയറ്റ്. സെക്കൻഡ് കീറിയിട്ടാ വരാമേ. സെക്കൻഡിൽ തന്നെ കിടക്കുന്നേ. എന്നെ ഞാൻ ഇവളാ ചേട്ടനെ പഠിപ്പിക്കുക, പിന്നെ എങ്ങനെ ശരി നടപടിയാവാൻ. പഴയ വല്ല ആശാന്മാരാണ് ഇപ്പൊ എന്റെ തലക്കടിച്ച് എന്നെ ഇറക്കി വിട്ടനെ. ഇറക്കിയും വിട്ടേ. എന്റെ ശാനം ചീത്ത പറയാറില്ല. നേരെ തിരിച്ചല്ലേ പറയണ്ടേ? അല്ല എന്നെ ചീത്ത പറയാറില്ലായിരുന്നു. ഇന്നാണ്. ഇന്ന് എത്ര സ്റ്റുഡൻസ് ഉണ്ട് ചേട്ടാ? ഇന്ന് എത്ര സ്റ്റുഡൻസ് ഉണ്ട്? രാവിലെ 3 പേരുടെ കഴിഞ്ഞു. ഇനി 2 പേരുടെ ക്യാൻസൽ ആക്കി. അവർക്ക് ഈ ടൈം തന്നെയായിരുന്നു, 9:30 അവര് പറഞ്ഞത്. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ വേറെ പിള്ളേർക്ക് കൊടുക്കാണ്ടാവും, നമുക്ക് നാളെ എടുക്കാൻ തോന്നും. നാളത്തേക്ക് മാറ്റി. അവർക്ക് നാളത്തേക്ക് മാറ്റി. നിങ്ങൾക്ക് ഇങ്ങനെ സമയം തരേണ്ടതുകൊണ്ട് നിങ്ങൾ എല്ലാരും വരുന്നില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ കുട്ടികളെ കൂടെ കയറ്റിയിട്ട് അഭിരാമി കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്യായിരുന്നു. ഈ പാലത്തിൽ അഭിരാമി റിവേഴ്സ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ? തിരിച്ചെടുക്കാം അഭിരാമി. നമ്മളിന്ന് കൂടി പോവോ? ഇനി എടുക്കുവോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പുറകോട്ട് പോയാലും കുഴി പോകും. ഈ ചെവിടാണോ വെക്കാറും കേട്ടോ അഭിരാമി? അങ്ങോട്ട് പിടിച്ചു മൊത്തം കോമഡി തന്നെ. ഇത്ര നേരം ലിബി പൂരം തള്ളും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പൊ ലിബി കയറുമ്പോ അറിയാട്ടെ എന്താണെന്നുള്ളത്. ഞാൻ ഓടിക്കും. വണ്ടി സത്യം പറഞ്ഞ അഭിരാമിയൊക്കെ പഠിക്കുന്ന ഈ കമ്പനിക്ക് നഷ്ടം കേട്ടോ. എന്റെ ക്ലച്ച് നശിപ്പിക്കും. ഓ എന്റെ അമ്മു. ചേട്ടാ ഇത് ആഴ്ച ക്ലച്ച് വേണ്ടി വരും കേട്ടോ. 2-3 മാസം കൂടുമ്പോഴത്തേനും ക്ലച്ച് ഡിസ്ക് മാറണം. 2-3 ആഴ്ച കൂടുമ്പോൾ ക്ലച്ച് ഡിസ്ക് മാറണം. എച്ചെടുക്കുന്ന മുഴുവനും ക്ലച്ച തന്നെയല്ലേ? എച്ചെടുക്കുന്ന കംപ്ലീറ്റ് ക്ലച്ചല്ല. 2 മാസം കൂടുമ്പോൾ ക്ലച്ച് മാറണം. 2-3 മാസം കൂടുമ്പോഴത്തേനും കേടാകുന്നു. ഫുള്ള് ക്ലച്ചല്ല. ഞാൻ നിർത്തിയിട്ട് കൊടുക്കാം. നല്ല ഓളാക്കട്ടെ. ഞാൻ ബാക്കിലിരുന്ന് താണ്ടാൻ പാടും. കയറിക്കോ. പോരെ. ലിബി അവിടുന്ന് കയറി. ഈശ്വര ഭഗവാനേന്ന് ഞാൻ ഇപ്പഴും ഇരിക്കുന്നതായിരിക്കും നല്ലതല്ലേ? ലിവിനെ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പഠിപ്പിക്കുക കേട്ടോ. ലിവിനെ അങ്ങോട്ട് കൊണ്ടിട്ട് ഇല്ല. ആ ചേട്ടൻ ഗീർ പറഞ്ഞുതരാ. ഗീർ നോക്ക് എങ്ങനെയാന്നുള്ളത് മനസ്സിലായത്. നിനക്ക് ഗീറ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നോട്ടർ എടുത്തേ. എവിടെയാ നോട്ടർ? ഏത് ഗിയറിന്റെ ഇതുണ്ടോ? ഏത് ഗിയറിൽ നിന്ന് 1 തട്ടിയ നോട്ടറാണ്. ഇതുണ്ട്. സെക്കൻഡിൽ നിന്ന് 1 തട്ടിയ നോട്ടർ, 4ൽ നിന്ന് തട്ടിയ നോട്ടർ, റിവേഴ്സിൽ നിന്ന് തട്ടിയ നോട്ടർ, 3ൽ നിന്ന് തട്ടിയ നോട്ടർ, 1ൽ നിന്ന് തട്ടിയ നോട്ടർ. എവിടെ നിന്ന് തട്ടിയാൽ അത് സെൻട്രൽ അല്ല നോട്ടർ ഉദ്ദേശിക്കുന്നത്. എവിടെ തട്ടിയാലും നോട്ടറാണ്. കാരണം ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു വണ്ടിയുടെ നോട്ടറായിരിക്കും. അപ്പൊ ഏത് ഗിയറിൽ നിന്ന് 1 തട്ടിയാൽ അത് നോട്ടറിലേക്കേ പോവുള്ളൂ. അതിനുശേഷം നമുക്ക് ഏതാണോ ഗിയർ സെലക്ട് ചെയ്യേണ്ടത് ആ ഗിയറിലേക്ക് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ? അല്ലാതെ സെൻട്രലിലേക്ക് കൊണ്ടുവരാൻ നിൽക്കണ്ട. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ആക്കി കൊണ്ടുവരണ്ട. ഇവിടുന്ന് ഇതാ എടുത്തതേ നോട്ടറായി. കണ്ടോ? 3 നോട്ടർ കണ്ടോ? 4 നോട്ടർ കണ്ടോ? ഫസ്റ്റ് നോട്ടർ, റിവേഴ്സ് നോട്ടർ. എവിടുന്ന് എടുക്കുന്ന നോട്ടറാ കേട്ടോ. ഗിയർ ഒന്നുകൂടി ഇട്ട് നോക്കിയാൽ ഫസ്റ്റ് ഇട്ട് മെല്ലെ ബലം വളരെ കുറച്ച് ഇങ്ങനെ പതുക്കെ നൈസായിട്ട്. ഇത് സെക്കൻഡ്, 3, 4. ഇത് നോട്ടർ. ഓക്കെ, മനസ്സിലായോ? നിൽക്കുന്ന വണ്ടി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഏത് ഗിയർ ഇടണം? ഫസ്റ്റ് ഇടണം. അത് കഴിഞ്ഞ് മൂവ് ആയി കഴിഞ്ഞാലോ സെക്കൻഡ് ഇടുന്ന എന്തിനാണ്? പവർ കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് വേഗം പോകണമെങ്കിലോ തേർഡ്. അത് ഇച്ചിരി വേഗം പോകണമെങ്കിലോ ഫോർത്ത്. അങ്ങനെ മാറി മാറി ഇട്ട് ഓടിക്കണം. ഓക്കെ, പിന്നെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാ ഒഴിവാക്കണം കേട്ടോ. പോട്ടെ. ക്ലച്ച് വലിക്കും മോനെ. കുറച്ച് ക്ലച്ച്, ഹാഫ് ക്ലച്ച്. കുറച്ചുകൂടെ. ഓ നശിപ്പിച്ചു. വില കളഞ്ഞു. അങ്ങനെ കൊടുക്കില്ല. ഈ വണ്ടി ഇന്ന് നശിക്കും കേട്ടോ.
ലിവിനെ വേറെ 800 മേടിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. വെല്ല 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 പെതിയെ ആ പിടിച്ചോ എടുത്ത് അവിടെ എടാ, നീ രണ്ട് കൈ വെച്ച് ഓടിക്കടാ. രണ്ടേ പിടിച്ചോ കേട്ടോ. 2 കൈ പിടിക്കണേ ലിവിനെ. ആദ്യം എടുത്ത് രണ്ടേ വേണം കേട്ടോ. പെതിയെ ഗീർ മാറണ്ട ചേട്ടാ. ആ സെക്കൻഡ് ഇട്ട് കൊടുക്ക. സെക്കൻഡ് ഇട്ട് കൊടുക്കണേ ലിവിനെ. ഇടത്ത് കൂട്ടി താഴേക്ക്. ആ ലെഫ്റ്റ് കറക്റ്റ്. അതറിയാട്ടോ. അത് വേണ്ടിയല്ലേ ലിവിനെ. ലിവിനെ സമാധാനത്തിൽ പീസ്ഫുൾ ആയിട്ട് ഓടിക്കടാ. ഇനി എന്നാലും നമുക്ക് സമാധാനത്തിൽ പഠിക്കാമല്ലോ. സ്പീഡ് വേണ്ട. ക്ലച്ച് ഔട്ട് എടാ, തേട്. നീ രണ്ട് കൈ പിടിക്കടാ. ആ ഓക്കെ. ഇത് ആലോചിക്കുവാ. എടാ കൈ 2 കൈ പിടിക്കടാ ലിവിനെ. അങ്ങനെ പിടിച്ച് പഠിച്ചില്ല ആർട്ടിയുടെ അടുത്ത് പൊട്ടത്തെറ്റ് കാണിക്കും. നേരെ നമ്മൾ തോറ്റു പോകും. 2 കൈ പിടിച്ചില്ല ഫെയിൽ ആവൂട്ടോ. ഫെയിലായി പോകും കേട്ടോ. ഒറ്റ കൈ ഓടിച്ച് ശീലിക്കുന്നു. അത് കാണുന്നല്ല അവൻ. അതുകൊണ്ട് ഒറ്റ കൈ ഓടിക്കുന്നത്. അങ്ങനെ അഭിരാമിക്ക് മാക്സിമം ലിപിത ഇതാ ഇവിടെ ഇരുന്ന് ഞാൻ അങ്ങാടി എത്താൻ. നിന്റെ മൂക്കെ കൈ വെക്കാതെ. അവന് നാണുവാ. പിന്നെ മൂക്കെ കൈ വെക്കുന്നു. ശ്രദ്ധിച്ചു പോണേ. ഞങ്ങളിട്ട് അതെ വീഡിയോയിലൊക്കെ കാണുമ്പോ ഇവൻ ഭയങ്കര വലിയ ആളാണല്ലോ. ഇത് കുഞ്ഞാളായി പോയല്ലോ. എന്താ അതിനെ പറ്റിയേ ഡയറ്റിങ്ങാ? ആണോ? ആ അവന് പെണ്ണിട്ടില്ല. അതുകൊണ്ടല്ല, ഒരു സിനിമയുടെ പരിപാടി ഉണ്ട്, അതിനു വേണ്ടി ഡയറ്റ് ചെയ്യുന്ന. വളരെ ശ്രദ്ധിച്ച് ഓടിക്കണേ ലിബി. ലിബിനും അല്ലേ? ആ ലിബിൻ ആദ്യമായിട്ടാണ് ഇത്ര ഇതൊക്കെ ഓടിക്കുന്നേ. ലിബിന്റെ പെടലിയൊക്കെ പോകുന്ന നോക്കിയേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി തിരിയുക. അവരെന്ത് പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് മാറണ്ട കേട്ടോ. ലിബിക്ക് അത്യാവശ്യം ഓടിക്കറിയാന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. മടിയാ ഇവന് വണ്ടി ഓടിക്കാൻ വേണ്ടി. എന്തായാലും വണ്ടി ഓടിച്ച് പഠിപ്പിച്ച ലിബിന്റെ വണ്ടി കൊടുക്കുവാണ്. അല്ലേ മൊത്തത്തിൽ മടിയേനെ ഇവൻ. ലിബി ഓടിക്കുന്നുണ്ട് മാക്സിമം പരമാവധി. ആ ലിബിന് ഗീർ ഇടുക കേട്ടോ. ആ നേരെ താഴേക്ക് കേട്ടോ. നോക്കല്ലേ കേട്ടോ. നോക്കല്ലേ കേട്ടോ. മര്യാദക്ക് ഓടിക്ക് ഗീറക്കിട്ട്. ലിബിൻ അവിടെ ഇരുന്നിട്ട് നിനക്കിട്ട് താങ്ങോട് താങ്ങായിരുന്നു. ഞാൻ പകരം അത് വീട്ടാനും ലിബിനെ നിർത്തി എടുപ്പിക്കണം. അപ്പോഴാണ് ലിബിന്റെ ലിബിനെ എവിടെ സ്റ്റോപ്പ് ചെയ്ത ലിബിനല്ലേ നല്ല സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അറിയണ പോലെ. തീർന്നു. ഇതേ കഴിഞ്ഞു. പൂഴത്തിലൊക്കെ കഴിഞ്ഞു. ലിബിൻ ഇതാ ഓഫ് ആക്കുന്നു. അഭിരാമിയോട് പറഞ്ഞു കൊടുത്തില്ലേ എങ്ങനെയാ എടുക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ മൈൻഡ് വരുത്തിയിട്ട് എടുത്തേ, പുറകോട്ട് പോവാതെ. ക്ലച്ച് ലൂസാക്കി പതുക്കെ നല്ല ലൂസാക്കിയാ നീ. എന്നിട്ട് ക്ലച്ച് നിൽക്കുന്നുണ്ടോ? അങ്ങനെ തിരക്ക് കൂട്ടണ്ട. വേണ്ട, തിരക്ക്. അതായത് ക്ലച്ച് വണ്ടി നിർത്താം. ക്ലച്ച് ഇങ്ങനെ വലിച്ച് ഇത്ര ആക്കിയിട്ട് ബ്രേക്ക് ലൂസാക്കി നോക്കി നിൽക്കുന്നുണ്ടോന്ന് ഉറപ്പായിട്ട് നിർത്തിയതിന് ശേഷം ആക്സിഡന്റ് കൊടുത്താൽ മതി. ആയില്ല, നിന്നില്ല, കുറച്ചുകൂടെ വരട്ടെ. ആയില്ല, താഴേക്ക് എത്തിയാണ് മോട്ടറാണ്. മേലേക്ക് തന്നെ വലിക്കണം. വീണ്ടും വലി, ഒരു പൊടിയും കൂടി. ഇനി താഴേക്കാക്കരുത്, വീണ്ടും വലിക്ക്. ഇനി ബ്രേക്ക് അയച്ചു നോക്കിയേ. കണ്ട, ആയിട്ടില്ല. ബ്രേക്ക് ഫ്രണ്ട് കൊണ്ട് ചവിട്ടണേ, കാലിന്റെ ഫ്രണ്ട്. അങ്ങനെയല്ല, അതാണോ ഫ്രണ്ട്? ഇവിടെ അല്ലേ ഫ്രണ്ട്? ഇവിടെ ഫ്രണ്ട് ചവിട്ട്. അങ്ങനെ അവിടെ കൊണ്ട് ചവിട്ട്. എന്നിട്ട് ഉപ്പൂറ്റ് കുത്തി വെച്ചോണ്ട് മെല്ലെ അയക്കും. ലേശം കൂടെ അയക്കും. കുറച്ചുകൂടി പുറകോട്ട് അയക്കേ കുറച്ചുകൂടെ. ഇനിയും ബ്രേക്ക് അയച്ചു നോക്കിയാൽ വണ്ടി നിൽക്കുന്നുണ്ടോന്ന്. ഉണ്ടോ? നിന്നു. ആക്സിഡന്റ് കൊടുത്തോട്ട് ഇത് ലൂസാക്കി. ഒത്തിരി കൊടുക്കരുത്, കുറേശ്ശെ കൊടുത്തിട്ട് ലൂസാക്കും മോനെ. ഒത്തിരി കൊടുക്കണ്ടാന്ന്. പറയാൻ സുഖമാ. ഇപ്പൊ മനസ്സിലായി അവിടെ ഇരിക്കുമ്പോൾ പാട് എങ്ങനെ ഇരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് അല്ലേ അഭിരാമി? ഫ്രണ്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ഇവന്റെ വിനയം നോക്കി ചേട്ടാ. ആദ്യമായിട്ടല്ലേ വിട്ട് ഇന്ത്യ മൊത്തം കറങ്ങിയവനാ. കോൺസെൻട്രേഷൻ ചെയ്യുന്ന അങ്ങനെ തിരിക്കും. വീണ്ടും തിരിക്കും. അങ്ങനെ തിരിക്കല്ലടാ കുട്ട. ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ട് അത് തന്നെ കറക്റ്റ്. അങ്ങനെ വിട്ട് തിരിക്കാം. അതാണ് കറക്റ്റ്. അങ്ങനെ ചെയ്യാവുള്ളേ. വിട്ട് അത് തന്നെ അങ്ങനെ ചെയ്യാവുള്ളൂ. ഇങ്ങനെ തിരിക്കരുത്. ഇങ്ങനെ ഫ്രീ ആയിട്ട്. ഞാൻ ആ ടേണിങ് ആക്സിഡന്റ് കൊടുക്കണ്ട. ആ ടേണിങ്ങിൽ ആക്സിഡന്റ് കൊടുക്കാതെ നല്ല തിരിച്ച കൊച്ച് അങ്ങനെ പതുക്കെ. കറക്റ്റ്. അങ്ങനെ കറങ്ങി വരട്ടെ. ഓക്കെ, ഇനി നേരെയാക്കി ലെഫ്റ്റ്. വീണ്ടും ആക്സിഡന്റ് കൂട്ടി കൊടുക്കും. അഭിരാമി തിരിക്കുന്ന കൈ നല്ലതായിരുന്നു, അത് ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ സ്റ്റിയറിംഗ് നൈസായിട്ട് അവൻ ടോളുമാണ്. വിട്ട് തിരിച്ചാൽ മതി. പതുക്കെ നല്ല പതുക്കെ പോയി. ലിവിൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. എടാ കൈ രണ്ടും അത്തെ പിടിക്കില്ല ഇവനെ, മൂക്കെ തൊടാതെ. നിവിൻ നമ്പർ ഇട്ടു കേട്ടോ. പഞ്ചറായോ
എടാ ഫ്രണ്ടിലേക്ക് നോക്കടാ. സൗണ്ട് വ്യത്യാസം സൗണ്ട് വ്യത്യാസം. ചേട്ടാ പഞ്ചറായോ? ഇവിടെ 2 കൈ കൂട്ടി പിടിക്കണേ ലിബി. പഞ്ചറായോ? ചേട്ടൻ അവിടെ ബ്രേക്ക് പിടിക്കുന്നുണ്ടല്ലേ? ബ്രേക്ക് പിടിക്കുന്നുണ്ടല്ലേ? കാല് മാറ്റി വെച്ചേക്കെ, തൊട്ടിട്ട് പോലില്ല. ഓവർ സ്പീഡ് കൊടുക്കണ്ട ലിബി. വേണ്ട മോനെ, മെല്ലെ കൊടുത്താൽ മതി. ലിബിനെ സമാധാനത്തിൽ ഓടിച്ചാൽ മാത്രമേ സാധനം പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഹറിബറി ഇട്ടിട്ട് ഒരു കാര്യമില്ല. നല്ല പൊട്ടി. ലിബി ഡ്രൈവിംഗ് പഠിച്ചത് ഞങ്ങൾ മേഘാലയയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു. കേറ്റത്തുനിന്ന് ഇടുക്കാ നിർത്താ. ലെവലുള്ള ഒരു വണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. എല്ലാം പണിക്കിട്ടാക്കുമല്ലേ. അതാണ് ഒരു പ്രശ്നം. ശ്രദ്ധിച്ചു പോടാ ലിബി. ഇവര് ഇതിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേതാ വണ്ടികൾ അവർക്ക് കൊടുക്കാൻ? സഫാരി ഒക്കെ ഉണ്ട്, 2 സഫാരി ഒക്കെ ഉണ്ട്. ഏതെങ്കിലും വണ്ടിയെ ഞാൻ കൊടുക്കാം. ആണോ? ഓ, എന്ത് എന്നാ പഴയ ഡൈക്കോറിലാണെങ്കിലും വളരെ സന്തോഷം. അതിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് വണ്ടി ഓടിക്കാം. ഏത് വണ്ടി കിട്ടിയാലും നമുക്ക് കൊടുക്കാം. ശരി ശരി ശരി. ആ പഴയ ഡൈക്കോറിൽ ഓടിച്ചോട്ടാ. അത് കഴിഞ്ഞിട്ട് വേണം ഞാനും നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ഇരുട്ടില്ല, ഒരു ഷോപ്പിംഗാ. വെയിറ്റ് കൊടുക്കരുത്, ഗിയറിന് മാത്രം വെയിറ്റ് കൊടുക്കും. അത്ര ക്ലച്ച് അത് ഫ്രണ്ട് കൊണ്ട് ചവിട്ടണം കേട്ടോ. കാലിന് സെന്റർ കൊണ്ടാ കൊച്ചു ചവിട്ടുന്നേ. ഫ്രണ്ട് കൊണ്ട് ചാരി ചവിട്ടണം. ഇപ്പൊ ഓക്കെ അല്ലേ ചേട്ടാ? ചാരി ചവിട്ടണം. നീ ഇറക്കം വരുമ്പോ എന്നാ ചെയ്യണ്ടേ? ഇറക്കം വരുമ്പോ ബ്രേക്ക് തൊട്ടാ മതി. പിന്നെ നടുക്കത്തെ കേട്ടോ ബ്രേക്ക് മാറി. പിന്നെ ആക്സിഡന്റ് ഒന്നും കൊടുത്താക്കല്ലേ. നേരെ പോയി വീട്ടിലിരിക്കും. നല്ല ശ്രദ്ധിക്കണം. നീ എന്നടാ കുട്ടിക്കുരങ്ങ് മറ്റേ മരത്തിന്റെ മേലെ കയറിയിരിക്കുന്നല്ല, ഈ സ്റ്റിയറിംഗ് കയറിയിരിക്കുന്നത്. നീ എന്തിനാ ചിരിക്കുന്നവരാ നീ? ഞാൻ അവന് മാത്രം കൈ പിടിക്കല്ലേ. പിന്നെ അങ്ങനെ കൈ പിടിക്കല്ലേ, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. വണ്ടി ഇതാകുവേ, ലോക്കായി പോകും കൈ. കൈസ് ഇന്ന് മാത്രമേ ഞാൻ വരത്തുള്ളൂ കേട്ടോ. ഇനി ഞാൻ വരത്തില്ല, നിങ്ങൾ എന്റെ കൂടെ പോയാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എന്നിട്ട് പതുക്കെ പോകും. ക്ലച്ചിലും ബ്രേക്കിലും നല്ല പോയി പതുക്കെ പോട്ടെ. ഇങ്ങോട്ടാ പോകണ്ട കേട്ടോ. ഒരു ജംഗ്ഷൻ എത്തി. എടാ അങ്ങനെയൊന്നും അല്ലടാ ഹോൺ അടിക്കണ്ടേ. കൈ കൈ അങ്ങനെ പിടിക്കില്ല, അങ്ങനെ പിടിക്കില്ല, ഇങ്ങനെ പിടിക്കില്ല. വേഗം തിരിക്കും, വേഗം. ആക്സിലേറ്റർ വേണ്ട, ആക്സിലേറ്റർ ക്ലച്ച് നേരെയാക്കി. കൈ അങ്ങനെ പോകല്ലോ കേട്ടോ. ആദ്യമേ അങ്ങനെ ഇങ്ങനെ ഇവിടെ വിചാരം ഇപ്പൊ യമുന എക്സ്പ്രസ് ഡൽഹി കയറി ഇനി അങ്ങോട്ട് ഓടിച്ച് തിരിച്ചേക്കാന്നാ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും. അതെ വേണ്ട വേണ്ട, അത്ര എക്സ്പ്രഷൻ ഒന്നും വേണ്ട. നീ മര്യാദയ്ക്ക് നിന്ന് ഓടിച്ചാൽ മതി. തേർഡ് വെയിറ്റ് കൊടുക്കരുത്. ലിബിൻ അങ്ങനെയല്ല. ലിബിൻ ആ ഗിയർ എങ്ങനെയും പറിച്ചെടുക്കണമെന്നുള്ളതാണ് ലിബിന്റെ ചിന്ത. ലിബിനെ ഉള്ളം കൈ കൊണ്ട് അടി. എടാ കൈ അവിടെ പിടിക്കടാ ലിബിനെ. നീ എന്തിനാ മൂക്കെ പിടിക്കുന്നേ? പെതിയെ പെതിയെ പെതിയെ. ലിബി 4ാമത്തെ ഗിയർ ഇട്ട് നോക്കിയതാ. തീരപ്പതിയാക്കാനും പറ്റില്ല, അഭിമാന പ്രശ്നം. തീരപ്പതിയായി കഴിഞ്ഞാലും പറ്റൂല, അഭിമാന പ്രശ്നമാണ്. 5 വിട്ടില്ല. പിന്നെ ടൗൺ ആണ്. സ്പീഡ് കുറയ്ക്കുക. സെക്കൻഡിലേക്ക് മാറിക്കുക, ക്ലച്ച് വിട്ടിട്ട് നോട്ടറാക്കി ഇടത്തേക്ക് മാറ്റി. ലിബിനെ വീടില്ല. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ. ലിബിന് അതിലൂടെ പോട്ടെ. മെല്ലെ 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 ഇൻഡിക്കേറ്റർ ഇട്ട് ലിബി. ആക്സിലേറ്റർ വേണ്ട. ആ ചേച്ചി സ്റ്റുഡൻസ് ആണ്. എവിടെയാ? എങ്ങോട്ട് ആണോ? ഓക്കെ. പിന്നെ പെതിയെ കാലം കൊടുത്ത് പെതിയെ ലൂസാക്കണം. ഇത് ഇനിയും കുട്ടികൾക്ക് ഓടിക്കണ്ടേ വണ്ടി, നീ നശിപ്പിക്കല്ലേ. ഇതോടുകൂടി ഇതിന്റെ ഗിയർ ബോക്സ് ഒക്കെ തീരുമാനമായിരിക്കുന്നു. നാളോട്ട് വിജയേട്ടൻ വരണ്ട നിങ്ങൾ വീട്ടിൽ. നിങ്ങൾ പിള്ളേരല്ലേ വണ്ടി ഓടിക്കുന്നത്, ദൈവമേ നമുക്കെന്നെ പേടി. ലിബിനെ വളരെ ശ്രദ്ധിച്ച്. നീ ആ ഹാൻഡിലുണ്ടല്ലോ ലിബിനെ സ്റ്റീറിംഗില്ല ഹാൻഡിലില്ലേ, അത് വളരെ ശ്രദ്ധിച്ചാണ് ഓടിക്കാൻ കേട്ടോ. ലിബി പൈസ പോവും. വളരെ ശ്രദ്ധിച്ചോടിക്കും. നീ മറ്റേ അണ്ണനൊക്കെ മറ്റേ ശത്രുവിനെ നോക്കുന്ന പോലെയൊക്കെ തലയിട്ട് നോക്കുന്നതിന്റെ അകത്തോടെ എനിക്കറിയത്തില്ല. പെതിയെ ലിബിനെ. എടാ അടുത്ത ഗിയറൊക്കെ ഇടാണ്ടെന്നൊക്കെ ആലോചിക്കടാ ലിബി. ഇതാട്ടോ ഞാൻ ഇവനും തമ്മിൽ ശരിയാവൂലാത്ത. ഇതെന്നാന്നറിയോ, ഞാൻ ഇവരും തമ്മിൽ ശരിയാവൂലാത്ത. ഇവർ ഇഷ്ടത്തിന് ഓടിക്കും. അപ്പം എന്നെ സംഭവിക്കാൻ വെച്ചാൽ
ലിവിൻ അഭിരാമിയോട് ഇപ്പൊ ആ ചേട്ടൻ എന്ത് പറഞ്ഞു കൊടുത്തു? ഞാനത് നോക്കട്ടെ, ഞാനത് ചെയ്യട്ടെ, അത് ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ അത് പറ്റത്തില്ല കേട്ടോ, പിന്നെ ഉടക്കാവും. എബി ഞാനപ്പോ പഠിക്കണെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ തന്നെ എബിനെ തല്ലിയിട്ട് തന്നെ ഇവൻ കാണിക്കുന്നേ. പിന്നെ ശ്രദ്ധാപൂർവ്വം വണ്ടി ഓടിക്കടാ, കോൺസെൻട്രേഷൻ ചെയ്യും. ഹോട്ട് സീറ്റിൽ കയറിയിരിക്കണ പോലെ ഇരിക്കുന്നേ. ലിവിനിപ്പം മിണ്ടാട്ടില്ലല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നേരത്തെ തന്നെ ആയിരുന്നു. ആദ്യമായിട്ട് എടുക്കുന്ന ഒരാള് നന്നായിട്ട് എടുക്കുന്നതല്ലോ, നല്ല സൂപ്പറായിട്ട് എടുത്തില്ല. പിന്നെ അത്യാവശ്യം ഓടിക്കുന്ന കുഴപ്പമൊന്നുമില്ല. കുറേ പേര് വണ്ടി ഓടിക്കാൻ കൊടുത്തു. ആദ്യമേ ഓടിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഒന്നും തിരിയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഇവന് സംഭവം ഒരു ഐഡിയ ഉണ്ട്, ആദ്യമായിട്ടാ ഇത്രയും ലോങ് ഒന്നും ജീവിതത്തിൽ ഇന്നവർ ഇവൻ ഓടിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇത്രയും ലോങ് ഓടിക്കുന്നു. ഇവൻ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ ഓടിച്ചിട്ടുള്ളൂ. സ്ലോ 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 ടേൺ വരുമ്പോൾ സ്ലോ ആക്കണേ. നേരെ ഗിയർ പെതിയ സ്മൂത്ത് ആയിട്ട് അത് തന്നെ അങ്ങനെ കൊടു, അങ്ങനെ കൊടു. ലിബിൻ പഠിച്ചു, നീ നടുക്കോട്ട്. അത് തന്നെ ക്ലച്ച് കൊടുക്കണ്ട, ആക്സിലേറ്റർ കൊടുക്കുമ്പോ ക്ലച്ച് വലിച്ചതിന് ശേഷം മാത്രമേ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ. വായിൽ നാക്കിണ്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുള്ളൂ. ഇവിടെ എന്തായിരുന്നു ക്ലച്ച് വട്ടി 4 കൊടുക്കും, നേരെ താഴെ മെല്ലെ ചെയ്യാവുള്ളൂ. മെല്ലെ 1 2. അതായത് നടുക്ക് നോട്ടറാണല്ലോ വരുന്നത്. ഒന്നെടുക്കുമ്പോ നോട്ടറല്ലേ, നോട്ടർ കയ്യിൽ അറിയണം. അല്ല ഒറ്റ വലി ഭയങ്കര പ്രസ് ചെയ്ത് വലിക്കരുത്, പതുക്കെ വലിക്കണം. നോട്ടർ കഴിഞ്ഞ് ഗിയറിലേക്ക് വരാവുള്ളൂ കേട്ടോ. ബ്രേക്ക് കാല് വെച്ച് വല്ല ഇവിടെ ഒന്നും ആക്സിഡന്റ് ആവശ്യമില്ല, ഇറക്കം വെറുതെ തന്നെ വയ്ക്കും. ബ്രേക്ക് ക്ലച്ച് കാല് മാറ്റി വെക്കും മോനെ. ക്ലച്ച് ഔട്ടരുത്, ബ്രേക്ക് മാത്രം. സ്പീഡ് കൊടുക്കും, ബ്രേക്ക് മാത്രം ക്ലച്ച് വേണ്ട. ബ്രേക്ക് ഇപ്പൊ തന്നെ നമ്മൾ വീട്ടിക്ക് വരുമോ? ഈ കാണുന്ന ഇവിടുന്നാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇല്ല ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ വീട്. വീട്ടിൽ പോയി കാര്യം അവസാനിപ്പിക്കാന്ന് വെച്ചിട്ട് വീട്ടിൽ പോകുന്നില്ലല്ലോ. നമ്മുടെ അമേരിക്കക്കുള്ള റൂട്ട് ആരോടിക്കും? UK ഫുള്ള് നമ്മുടെ ലിബിനായിരിക്കും ഓടിക്കാൻ പോകുന്നത് അല്ലേ? കാനഡയിൽ ലണ്ടനൊക്കെ പാറിക്കും. ആണോ ലിബി? എല്ലാം നിറച്ച ബലൂൺ ഇതാ പോകുന്നു, കാറ്റൂരി വിട്ട പോലെ കയറ്റത്തിൽ കൊണ്ട് നിർത്തി. ചേട്ടനൊക്കെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ച ചേട്ടന്മാരാ നിൽക്കുന്നത് രണ്ടുപേരും. ഫസ്റ്റ് അവരൊന്നും ബഹളം കേൾക്കണ്ട, അങ്ങനെയല്ല. ഇവനെ ശ്രദ്ധിക്കും, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. ഇപ്പൊ ക്ലച്ച് നിന്ന് ചവിട്ടി വെച്ചേക്കുമല്ലേ, ചവിട്ട ക്ലച്ച് ചവിട്ടി, അത് ഞാൻ ചവിട്ടി തൊട്ടാ. എന്നിട്ട് പതുക്കെ ലൂസാക്കി, പതുക്കെ ലൂസാക്കി ക്ലച്ച്. കുറച്ചുകൂടെ വരട്ടെ, വേറെ വരട്ടെ, വണ്ടിക്ക് വേറെ വരുന്നുണ്ടോ. ഇങ്ങനെ മെല്ലെ ബ്രേക്ക് ലൂസാക്കി. അയില്ല ലിവിനെ ക്ലച്ച് ബ്രേക്ക് മെല്ലെ അയച്ചു നോക്ക്, ശക്കരം അയച്ചു നോക്ക്. ആയില്ല, കുറച്ചുകൂടെ അയച്ചു നോക്ക്. നിൽക്കുന്നില്ലെങ്കിൽ ആ നിൽക്കുന്നിടം വരെ ഇത് വലിക്കും മോനെ, നിൽക്കുന്നിടം വരെ ഇത് വലിക്കും. ആയില്ല, ആക്സിഡന്റ് കൊടുത്തുകൊണ്ട് ക്ലച്ച് ലൂസ് കുറേശ്ശെ കൊടുക്കാവുള്ളൂ, അത് കൂടുതലാ. കുറേശ്ശെ കൊടുത്തേ, അത് ലൂസാക്കി ക്ലച്ച് ലൂസാക്കി. അങ്ങനെ ഇപ്പം കിട്ടി, ഇങ്ങനെ എടുക്കണ്ട. ഒന്നും കൂടെ നിർത്തിയെടുത്താലോ? അത് പഠിക്കുക. ഈ കയറ്റം തീരുന്ന മരുന്ന് എത്ര വശം വേണമെങ്കിലും എടുത്തോ. അവിടെ ക്ലച്ച് ചവിട്ടി പിടിക്കേ. ഞാനിവിടെ ചവിട്ടുന്നോണ്ടാണ് ഇതുകൊണ്ട് ഇവിടെ ക്ലച്ചും ബ്രേക്കും ഉണ്ട്. മെല്ലെ അവിടെ നിർത്തും, പതുക്കെ. ഇനി മെല്ലെ ബ്രേക്ക്. ആയില്ല. അപ്പൊ ആകുന്നിടം വരെ ഇല്ല. പൊടിയും കൂടി. ഒന്നുകൂടി ചെയ്യും. നമ്മള് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി സൂക്ഷിച്ചെടുക്കുന്നത്. പതുക്കെ വരട്ടെ, മെല്ലെ. ആയില്ല, കുറച്ചുകൂടെ വരട്ടെ. ഓക്കെ ആയിട്ട്. ആയില്ല, ചലിപ്പിക്കരുത്, ഇടതുകാലം ചലിപ്പിക്കരുത്, വലിച്ച് അതേ പൊസിഷൻ നിർത്ത്. അതിന് മെല്ലെ ബ്രേക്ക് അയച്ചു നോക്കിയേ, അങ്ങനെ പിടിക്കുക. അതിന് ബ്രേക്ക് അയച്ചു നോക്കിയേ. ആക്സിഡന്റ് കൊടുത്തോണ്ട് ക്ലച്ച് ലൂസാക്കി. കുറേശ്ശെ കൊടുത്താൽ മതി, ഇടകൂട്ടാകും. ഫുള്ള് അമർത്തണ്ട. ചൂട് എടുക്ക്, മതി. ബ്രേക്ക് അയച്ചു നോക്ക്. നിന്ന് കഴിഞ്ഞാ നല്ല ഓക്കെ. കുറച്ചുകൂടെ വലി. വണ്ടി നിന്നു. ഇത് ശരിയാവില്ല. കൊടുത്തോണ്ട് ക്ലച്ച് ലൂസാക്കുക. ക്ലച്ച് ലൂസാക്കിയാൽ മതി, തന്നെ കയറിപ്പോളൂ. മനസ്സിലായോ? കാല് മാറ്റണ്ട, അവിടെ ഇരുന്നോട്ട്. കാല് ക്ലച്ച് അവിടെ ഇരുന്നോട്ട്. ട്രോഫി കിട്ടിയ പോലെ വണ്ടി കയറി പോകുന്നേ. സന്തോഷം. അതിന് ക്ലച്ച് പെട്ടെന്ന് എവിടെ സെക്കൻഡ് ഇടത് കൂട്ടി താഴേക്ക്. കാല് മാറ്റി ആക്സിഡന്റ് കറക്റ്റ്. ഓക്കെ, ഇനിയും ക്ലച്ച് ചവിട്ടി തേടെ മെല്ലെ ചെയ്യാവുള്ളൂ. ഗിയർ പതുക്കെ മെല്ലെ മുകളിലേക്ക്. നാളെ കാണണം അവിടെ ഗിയർ. 800 മാത്രം
നമ്മളൊരു വർഷാപ്പ് തുടങ്ങേണ്ടി വരും മിക്കത് ലിബി പഠിച്ചു കഴിയുമ്പോ. എന്റെ മോൻ വർഷാപ്പുകാരനാ. അവൻ കൊണ്ടുപോയി നന്നാക്കി വെക്കും, അപ്പം കൊണ്ടുപോയി കേടാക്കി വെക്കും, മാൻ കൊണ്ടുപോയി നന്നാക്കി തരും. ഇത് തന്നെ പരിപാടി. ഡ്രൈവിംഗ് സ്കൂളിൽ വർക്ക്ഷോപ്പും വേണം അല്ലേ ശരിക്കും? ആ വേണം, അല്ല ആവൂല. ചില ആൾക്കാരൊക്കെ ഒന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഗിയർ പൊട്ടിപ്പോയിട്ടുണ്ട്, ഗിയർ ചോട് പൊട്ടിപ്പോയിട്ടുണ്ട്. ആ എന്നിട്ട് പിന്നെ ഇത് പുതിയത് കിട്ടാനായിട്ട് ഗുജിനി പോയിട്ട് സാധനം എടുത്തിട്ട് വന്നാൽ ഇവരുടെ അടിവശത്തെ ഒരു സാധനം പൊട്ടിപ്പോയി. വലിച്ചിട്ടിട്ട് ഒരു രക്ഷയില്ല. എബി ഓടിച്ച ചിലപ്പോ ഗീറൊക്കെ കയ്യിലിരിക്കും. വെപ്രാളല്ലേ ചേട്ടൻ ചവിട്ടി ഞാൻ വിട്ടോ, ഞാൻ ചവിട്ടി പിടിച്ചു. തിരിയൊക്കെ നോക്കിയേ, പാറപ്പുറത്ത് തവള ഇരിക്കുന്നല്ലേ സ്റ്റീറിങ്ങിന് മേലിരുന്ന് അഭ്യാസം കാണിക്കുന്നത് എന്നല്ലേ? കണ്ടോളൂ ചേട്ടാ, ഊണോ ധൈര്യമായിട്ട് ഓടിച്ചു, ധൈര്യമായിട്ട് ഓടിച്ചു, ഒന്നും പേടി. അതെന്താ അറിയാം മോനെ കുട്ട, എച്ചൊക്കെ പഠിക്കണ്ടേടാ. എച്ച് പഠിക്കണം, യൂട്ടേൺ തിരിച്ച് പഠിക്കണം, ബേക്ക് പാർക്കിംഗ് പഠിക്കണം, ഇറക്കത്തു നിന്ന് ബേക്കോട്ട് പഠിക്കണം, കയറ്റത്ത് നിർത്തി പഠിക്കണം. ഇതെല്ലാം പഠിക്കണ്ടേ, ക്ലാസ് വരും. ഞങ്ങളുടെ ഏരിയയിലുള്ളവര് അങ്ങാടി ടൗണിൽ പതുക്കെ ക്ലച്ച് എന്ന് പറയുമ്പോൾ നിർത്താൻ നേരമാണ് നമ്മൾ ക്ലച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം വേണ്ട 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 വേണ്ട. ഇവിടെ പതുക്കെ നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുന്നത് പതുക്കെ പോകാൻ വേണ്ടി. മേലേക്ക് തിരിക്കും, അങ്ങനെ വിട്ട് തിരിക്കണം കേട്ടോ. സ്റ്റിയറിംഗ് കുറച്ച് ആവാനുണ്ട്, ഇങ്ങനെ വിട്ട് തിരിക്കണേ, എന്നാലേ ആവുള്ളൂ ഫ്രീ ആയിട്ട്. നമുക്ക് തിരിക്കണം, അങ്ങോട്ട് എടുത്തിട്ട് റിവേഴ്സ് എടുക്കണം. അവിടെ എന്താ പരിപാടി? അല്ല ഇവിടെ നല്ല പള്ളിയുടെ അവിടെ വരെ തിരിച്ചു വരാം. പള്ളിയിലേക്ക് വേണ്ടി ഇവിടെ ഇട്ട് തിരിച്ചോ. ഇവന് ഇവിടെ നിന്ന് ഇരിക്കടാ. ക്ലച്ച് ബ്രേക്ക് ക്ലച്ച് ബ്രേക്ക് പമ്പം ബ്ലോക്ക് നോക്കണോടാ, വണ്ടി പോട്ടെ. റിവേഴ്സ് അല്ലേ ഏട്ടാ? റിവേഴ്സ് ആയില്ലേ? ഇങ്ങോട്ട് തിരിച്ചു, അങ്ങോട്ടല്ല കൂട്ടാ, ഇങ്ങോട്ട്. നമുക്ക് തിരിച്ച് അങ്ങാടിക്കല്ലേ പോകണ്ടേ. ഫുള്ളൊടിക്കും, ബേക്ക് ഓടിക്കും, ബേക്ക് വരട്ടെ. ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ട് കയറ്റിയാൽ മതിയായിരുന്നു ബേക്ക്. മനസ്സിലായോ? ഇപ്പൊ അങ്ങോട്ട് എടുക്കാം അല്ലേ? അല്ലേ ഇനി എന്താ ചെയ്യാ ഉദ്ദേശിക്കുന്നത്? അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കേട്ടാ വേണ്ട, ഇങ്ങോട്ട് പോട്ടെ. അതിനെ ഉദ്ദേശിച്ചത് പക്ഷെ ഉദ്ദേശം മാത്രമേ നടക്കുന്നുള്ളൂ. നേരെ മുന്നോട്ട് പോട്ടെ. പതുക്കെ അങ്ങോട്ട് അങ്ങനെ പിടിക്കില്ല മോനെ, ഇങ്ങനെ പിടിക്കണം. അങ്ങനെ വിട്ടത് വണ്ടി പോയില്ലേ? ചവിട്ടുന്ന ആള് ബ്രേക്കെ തന്നെ വേണം. ഇനി റിവേഴ്സ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ കയറ്റം എടുത്തോളം തന്നെ ക്ലച്ച് വലി. ഇച്ചിരി വലിയ കയറ്റോട്ടല്ലോ, പിന്നെ ആളുള്ളതുകൊണ്ട് പാടായിരിക്കും. ഇനി ആക്സെറ്റ് കൊടുത്തു ക്ലച്ച് ലൂസ് ആക്കി പിടിക്കും പോലെ. ഇച്ചിരി കുറച്ചുകൂടെ അതിന്റെ ആക്സെറ്റ് കൊടുത്തേ. വണ്ടി പൊക്കോളൂ. ആ വണ്ടി പോട്ടല്ലേ പിന്നെ. ബേക്കോട്ട് നമുക്ക് പോകണ്ടേ, കുറച്ച് ബേക്കോട്ട്. വരട്ടെ, കുറച്ചുകൂടെ ക്ലച്ച് വേറെ ഒന്നും കൂടെ വരുന്നുണ്ട്, നോക്കണേ. ബ്രേക്ക് അയച്ചു നോക്കി നിൽക്കുന്നുണ്ടോ? ഇനി ആക്സെറ്റ് കൊടുത്തേ, കൊടുത്തേ. ക്ലച്ച് ലൂസാക്ക മതി, വിടരുത്. ലൂസാക്കാന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് ഓടുവാണോ? നല്ല ലൂസാക്കി കൊടുക്കും. അധികം കൊടുക്കരുത്, കുറേശ്ശെ കൊടുത്ത് ലൂസാക്കി കൊടുക്കുക. അങ്ങനെ അത് തന്നെ. മതി, ചവിട്ടി നിർത്തിക്കോ. ക്ലച്ച് ബ്രേക്ക് ഫസ്റ്റ് ഇട്. ഇനി അങ്ങോട്ട് പോക്കോ, അങ്ങാടിക്കിടും. ഞാൻ കീറി ഞാൻ പണിത് തരാം റോഡ് ബ്ലോക്ക്. കുറേശ്ശെ അത് തന്നെ. റൈറ്റ് നേരെയാക്കെ. ഒന്നും കൂടി പോട്ടെ. ലെവലായതിനു ശേഷം ഇനി ക്ലച്ച് ഔട്ട് സെക്കൻഡ്. ആ ഷട്ടർ കാത്ത് ചേച്ചി പഠിക്കാനുള്ളതാ. എന്താ നടക്കുന്ന അത് പഠിക്കാനുള്ളതാ. പിന്നെ ലൈനിൽ കൂടെ ലൈൻ അല്ല അതായിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ടല്ലേ. ഇച്ചിരി പതുക്കെ ചെയ്യണേ. ഇനി ഗീറെ നാളെ നശിപ്പിച്ചു. ഭയങ്കര ആയിട്ട് ചെയ്യരുത് കേട്ടോ, മെല്ലെ ചെയ്യണം. എല്ലാ സാധനവും വിടുവാണേ. എല്ലാം സീറ്റല്ല എന്തെങ്കിലും ഉണ്ടോ? ക്യാമറ കൂടണ്ടേ? എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. വണ്ടി ഓടിക്കാൻ സുഖം. ആണോ? വലിയ വണ്ടി അല്ലല്ലോ, ചെറിയ വണ്ടിയല്ലേ.
കയറണം. വലിയ വണ്ടിയാണ് ഇപ്പം തത്തത്തെ അടിച്ചത്. എന്തായാലും നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാണ്ടി വന്നു. ആ വഴിക്ക് ലിവിൻ്റെ മുടിയും കൂടെ വെട്ടിയാക്കാൻ ചിന്തിച്ചു. ഞങ്ങൾ സ്ഥിരം വെട്ടുന്ന അങ്ങാടിയിലെ കടയാട്ടോ. നല്ല പുള്ളിക്കാരനാട്ടോ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. പുള്ളിനെ നല്ല പുള്ളിക്കാരനാണ് അല്ലേ? നശിപ്പിച്ചില്ലടാ അതിൻ്റെ ഗീറ്. അത് ഞാൻ പണിത് കൊടുക്കാന്ന് പറഞ്ഞത്. നല്ല നല്ല കൂളായ മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ അത്യാവശ്യം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന പുള്ളിയാന്ന് തോന്നുന്നില്ല. പി.കെ. പുള്ളി പേരെന്നാ? വിജയേട്ടൻ. പുള്ളി ഇവിടെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി എളുപ്പം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ പണിത് തരാം. ചെറിയ ഇത് കുറയുമല്ലോ. ഗൈസ് ഇത് കണ്ടോ ലിവിയുടെ സൈഡും സംഭവങ്ങളൊക്കെ ചടിച്ചിട്ട് കൂടുതലെടുത്താലോ? മിലിറ്ററി കട്ടാട്ടോ ഇപ്രാവശ്യം അടിക്കാൻ. എൻ്റെ ഇവൻ ലിബിക്ക് ഭയങ്കര താരൻ്റെ പ്രശ്നമാണ്. അപ്പോൾ താടി വെക്കാൻ പറ്റില്ല. ഇത് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ ഇവിടെയൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ താരൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടി. അതിന് ശേഷം എൻ്റെ മുടിയില്ലല്ലോ, മുടി മുട്ടയടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത് നേരെ ഇനിയിപ്പം കറണ്ട് ഓഫീസിൽ പോകണം. കറണ്ട് ഓഫീസിൽ പോയിട്ട് അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. വൈകുന്നേരം വേറെ ബൈക്കിൻ്റെ ക്ലാസ് ഉണ്ട്, അതിനും കൂടെ വരണം. അപ്പോൾ ഇന്നത്തെ പരിപാടി അതോടെ തീരുമാനം അല്ലാതെ ലിപിയെ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ബൈക്ക് നമുക്ക് മറ്റേ ഇത് ഗിയറുള്ള ബൈക്കാന്നാണ് പറഞ്ഞത്. സ്കൂട്ടി കൊണ്ട് പറ്റൂല. അല്ല സ്കൂട്ടി വെച്ച് ടെസ്റ്റ് ചെയ്യാമായിരുന്നു. ഒരുത്തി തൊട്ടപ്പുറത്തെ കടയിൽ കയറി. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് വള്ളിത്തോടാണ്. ഞങ്ങളുടെ KSEB ഓഫീസിൽ ഡ്രൈവിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ സോളാറിൻ്റെ പരിപാടി തീർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഈ കാണുന്നത് നമുക്ക് വെക്കേണ്ട മീറ്ററാണ്. ഇത് KSEBയിൽ കിട്ടണമെങ്കിൽ ഒരാഴ്ച എടുക്കും. അപ്പോൾ ഇത് നമ്മൾ തന്നെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഫിറ്റ് ചെയ്ത് തരും. ഈ മീറ്ററിൻ്റെ പേരിനേട്ടാ നെറ്റ് മീറ്റർ. ഏതാണ്ട് 8000, 7000, 6000, 5000 എത്രയാണ് ഇതിന്? ഏതായാലും ആ ഒരു റേറ്റൊക്കെ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതുകൊണ്ട് KSEB കൊടുത്താലേ നമുക്ക് നമ്മുടെ എന്ത് കിട്ടത്തുള്ളൂ, അതായത് നമ്മുടെ സോളാർ വർക്ക് ആകത്തുള്ളൂ. ഇത് എന്ത് മീറ്റർ, എന്ത് ഇതായിട്ട് നമ്മളിതിന് പറയുന്നത് നെറ്റ് മീറ്റർ. അപ്പോൾ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇത് ഞങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്താൽ നാളെ കഴിഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ ഒരാഴ്ച എടുക്കും KSEB സാധനം കിട്ടും. KSEB ചോദിച്ചപ്പോൾ എത്ര ദിവസമായിട്ടാണ് പറഞ്ഞത്? 7 days, ഒരാഴ്ചയുടെ മേലെടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സോളാറിൻ്റെ പരിപാടിയൊക്കെ ടീക്കായിട്ട് നടക്കും. അപ്പം ഞങ്ങളുടെ KSEB ഗൈസ് KSEBയിലേക്ക് പോയിട്ട് വരട്ടെ. യെസ് ഗൈസ്, വേണ്ട ഞാൻ വരണ്ട. സോറി ഗൈസ്, ഉപ്പിടാണ്ട് ഗൈസ്. പേപ്പറും മൊത്തം ഒപ്പിടുന്നത് ഇവൻ്റെ കുറേ പേപ്പറുണ്ട്, അതൊക്കെ ഉപ്പിട്ട് തീർത്താണ്. ഇത് എഗ്രിമെൻ്റ് ആയിട്ടോ. ആരായിട്ടാടാ? KSEB നമ്മൾ കേട്ടോ. KSEB നമ്മളോട് എഗ്രിമെൻറ്റ് ഇവിടെ കുറേ ഉപ്പിടാണ്ട്. ഇത് ഇതിൽ ഉപ്പിട്ട് തീർക്കണം, എന്നാലേ ഇനി അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ ഉപ്പിടണ്ടേ? ആണോ? അതേ സന്തോഷം. ഇതെടുത്തോ, ഇതായിരിക്കണം. വെച്ചോ വൈസ്. ഇനി ഇതിൻ്റെ എവിടെയാ വൈസ്? ഇതൊക്കെ ഓരോന്നിൻ്റെ ഒക്കെ കേട്ടോ, അതിലില്ലല്ലോ. ഈ കാണുന്നതാണ് നമ്മുടെ KSEB ഓഫീസ് കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലങ്ങ് നടക്കണം. വീടാണോടാ? ഗൈസ് ഇവിടെ നിന്ന് നടക്കണം കേട്ടോ. അവിടെ ചെന്നിട്ട് ഈ പേപ്പറും ഈ സംഭവം എല്ലാം കൊടുത്ത് സെറ്റപ്പ് ചെയ്യണം. എന്നിട്ടാണ് ബാക്കി പരിപാടി അല്ലേ? അങ്ങനെയല്ലേ? പേപ്പർ വർക്ക് കുറേ ഉണ്ട് കേട്ടോ. അതെല്ലാം തീർത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഇതൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്, നമ്മളല്ല. നമ്മളൊന്നും അറിയണ്ട കേട്ടോ. പേപ്പർ ബാക്കിയുള്ള സംഭവങ്ങൾ ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ A to Z നമ്മുടെ വീട്ടിൽ കിട്ടുന്നോടം വരെ നമ്മൾ നോക്കാം. ഇതിപ്പം നമുക്ക് പെട്ടെന്ന്, അതായത് KSEB പിന്നെ ഇത് കിട്ടാൻ വേണ്ടി പാടാണ്. അതായത് ഒരാഴ്ചയ്ക്ക് മേലെടുക്കും മീറ്റർ വെച്ച് വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നാകാൻ വേണ്ടി ഇവർ തന്നെ മീറ്റർ അറേഞ്ച് ചെയ്ത് ഇവിടെ കൊടുക്കും. അപ്പം പെട്ടെന്ന് കിട്ടും അല്ലേ? അങ്ങനെയല്ലേ? ഗൈസ് അതാണ് സംഭവം കേട്ടോ. ഫൈനലി നമ്മൾ എല്ലാ സാധനവും കൊടുത്തു. ഇനി പ്രത്യേകിച്ചൊന്നും കൊടുക്കാനൊന്നുമില്ല. നാളെ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഒരു 10,000 എത്രയായിട്ട് അടയ്ക്കണ്ടേ? 11 സംതിങ്. അതും കൂടെ അടച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്കിനി നാളെ കണക്ഷൻ ആവുമെന്ന് പറഞ്ഞു. ഇന്ന് അവിടെ സബ് അങ്ങനത്തെ ആരും ഇല്ല, A ഇല്ല. നാളെ A വരും. A വരുമ്പോൾ സംഭവം ഓക്കെ. ഇപ്പം നമ്മൾ നേരെ വീട്ടിൽ പോകാട്ടോ. ഗൈസ് ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. ലിബിൻ, അഭിരാമി, മമ്മി ഡ്രൈവിംഗ് പഠിക്കാൻ മമ്മി പ്രാവശ്യം വീട്ടിൽ സ്കൂട്ടി എടുത്തതാ. എടുക്കണം അപ്പുറത്തെ പറമ്പില്. അതോടുകൂടി പരിപാടി നിർത്തി മമ്മി. ഗൈസ് ഞങ്ങൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോകട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഗ്രൗണ്ടിലെത്തി കേട്ടോ. MIT അല്ല, നീ ഗിയർ എടുക്കണ്ടേ. ഹായ് ചേട്ടാ. ഗൈസ് ഇവിടെ പ്രാക്ടീസ്. എങ്ങോട്ടാ പോകുന്നത്? ഗൈസ് ആദ്യം സൈക്കിളാണ്.
അതെ, സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിലേ നമുക്ക് പിന്നെ ബൈക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം സൈക്കിൾ ബാലൻസ് കൊടുക്കും. എളുപ്പം കിട്ടും. എന്നിട്ട് ബൈക്ക് കൊടുക്കും. ഇത് വിത്തൗട്ട് സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ അത് ഓടിക്കാൻ കൊടുക്കും. അതിനുശേഷം ബൈക്ക് ഗിയർ മാറിയിട്ട് ഓടിക്കാൻ പഠിപ്പിക്കും. ഓ അങ്ങനെ. ഗൈസ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ടാണ്. ആദ്യം നമുക്ക് ഈ സൈക്കിൾ തരും ഓടിക്കാൻ വേണ്ടി. ലിവിൻ സൈക്കിൾ ഇടിച്ച് ലിവിൻ അങ്ങ് പോവുകയാണ്. ലിവിൻ അത്യാവശ്യം സൈക്കിൾ ഓടിക്കാറിയാം, പക്ഷേ ടെൻഷനല്ല, കൈക്ക് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അതിന് ശേഷം ഈ സാധനം തരും കേട്ടോ. അതിന് ശേഷം ആ കാണുന്ന ബൈക്ക് തരും. 2 ബൈക്കുണ്ട്. ലിബിയയിലെ എന്താ പറയുക, സൈക്കിൾ ഓടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എടാ ലിബിനെ, നിനക്ക് ഓടിക്കാൻ അറിയാമല്ലോ, പിന്നെ എന്തിനാ ഓടിക്കുന്നത്? നീ നിനക്കറിയാവോ ഓടിച്ചോ? അവരമ്മ ഓടിക്കും, ഓടിക്കടി. 2 പേർക്കും ബാലൻസ് ഉള്ള എൻ്റെ സന്തോഷം നോക്കിയേ. അമ്മ പിടിക്കണേ, ബൈക്ക് ഓടുന്നതുകൊണ്ട് ശ്രദ്ധിക്കണേ. ബീച്ചാണ് ഏത് വർഷം എടുത്തു? ഞാൻ 2019 കാലഘട്ടത്തിലാണ് ഞാൻ എടുത്ത 4. ഗിയർ ഇടാൻ അറിയത്തില്ല, ഗിയർലെസ് ഓടിക്കും. അവിടെയും ഗിയർലെസ് അങ്ങനെ ഉണ്ടോ? ആണോ? ആണോ? ഓക്കെ. ഇതിന് ശേഷം 8ന്റെ കമ്പി ഇതിന് ശേഷം 8ന്റെ കമ്പി അടിച്ചു തരും കേട്ടോ. നോക്കിയോ, ഓടിച്ച് കണ്ടില്ല, പോയി നോക്കടി. ഗിയർ അറിയത്തില്ലല്ലോ. ലിബി ചാടി കയറി അതിൻ്റെ അടുത്തതാ. ലിബിന് ഇത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ലിബിനെ പെതിയ മതിയേ. ലിബിൻ്റെ ചുണ്ടൊക്കെ പോകുന്ന നോക്കിയേ, അത് കാണുമ്പോഴാണ് കോമഡി. എടാ പെതിയേ. ഗൈസ്, ഇത്രയും പേര് ഈ കാണുന്ന ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ഓടിച്ചു പഠിക്കുക കേട്ടോ. ലിബിനെ വളരെ പെതിയേ. എടാ ലിബിനെ, വട്ടം കൂട്ടി ഓടിക്കടാ. സ്പീഡിൽ പോയിട്ട് കാര്യമില്ല, വട്ടം കൂട്ടി ഓടിക്കും പെതിയേ. എന്നാ ഇവിടെ പഠിപ്പിക്കുക കേട്ടോ. അതെ, ഇവിടെ അടുത്തുള്ള. അപ്പൊ പുള്ളിക്കാരത്തി ഫസ്റ്റ് ടൈപ്പ് എടുക്കുവാണ്. താക്കോൽ ഓണാക്കി നീ കിക്കടിച്ച് സ്റ്റാർട്ട് ചെയ്യേ. അടി. അത് തന്നെ. അവരാമ എൻ്റെ ഇടയ്ക്ക് കയറിയോ? കാണിക്കാൻ നോക്കാലോ. ഇതെന്താ അവസരം കിട്ടിയപ്പോൾ ലിവിങ് ക്യാപ്റ്റൻ അവരാമീനെ പഠിപ്പിക്കുക. അതൊന്ന് വിടറി, ബ്രേക്കൊന്ന് വിട്ട് കാല് കൊടുത്താൽ മതി. കാല് വിട്ട് പോക്കോ, കാല് കയറ്റി വെക്ക്. അവരാമയും പോയി. ലിബിൻ ഒരു റൗണ്ട് ഓടിച്ചു. അങ്ങനെ അത് വണ്ടി പെട്ടലുണ്ട് വണ്ടി. പിന്നെ നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. മമ്മിക്ക് പഠിക്കണ്ടേ? മമ്മി അതിനാ നിങ്ങളൊക്കെ പഠിച്ചാൽ മതി. അവരാമി പറക്കുവാ. ഞാൻ പോരാ, വിട്ടോ. മൈക്കിളിനെ ഓട്ടുന്ന നോക്കിയേ. മൈക്കിളെ ഇതേ അഭിരാമിക്ക് വണ്ടി കിട്ടി. ഗിയറുള്ള വണ്ടി കിട്ടി കേട്ടോ. കിക്ക് അടിച്ച് സ്റ്റാർട്ട് ചെയ്യണം. അടി. നല്ല ക്ലച്ച് ലൂസാണ്. പതുക്കെ നമ്മൾ കാർ ഓടിക്കുന്ന പോലെ തന്നെ. അതെ, ഓക്കെ. ഇങ്ങനെ കറങ്ങി ഒരുപാട് എന്നാ മോനെ കൂട്ടാതെ പോവാണോ? ലിബി ഓടിക്കുന്നില്ല? ലിബി അങ്ങനെയുള്ളവരാ ഈ മൂഞ്ചി നട്ടെ ഏറ്റവും കൂടുതൽ. യാഥാർത്ഥ്യം പറയുക, തമാശ അല്ല കേട്ടോ. എക്സ്പീരിയൻസ് അല്ല, കിട്ടുന്ന ഓടിച്ചോണം. ലിവിനെ കണ്ട ഇപ്പൊ ഒരു പോലീസുകാരന്റെ ലുക്കില്ല എനിക്ക്. പക്ഷെ ഇവിടെ മൊത്തം എല്ലാം താരം പിടിച്ചു. ഇവിടെ എല്ലാം താരം പിടിച്ചാലും മാറി വരണം. നമ്മുടെ ചെറുക്കൻ്റെ കിടപ്പ് നോക്കി നിങ്ങൾ. എന്താ ലുക്ക്, അസാമാന്യ കിടപ്പ് കേട്ടോ. ലിബിനാ, ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ എത്ര പേര് ലൈസൻസ് എടുക്കുന്നുണ്ടെന്ന് അറിയാമോ? ഈ പുള്ളി അത്യാവശ്യം നല്ല ആളാട്ടോ. ഇവിടെ നല്ല അഭിപ്രായമുള്ളതാണ് പുള്ളിക്ക്. ഇവിടെയുള്ള ഒത്തുകൊണ്ടപ്പെട്ട എല്ലാവരും പുള്ളി എടുത്തു എന്നാണ് ലൈസൻസ് എടുക്കുന്നത് കേട്ടോ. ലിബിന് ഇതറിയാൻ സാധ്യതയില്ല. കാല് പൊള്ളി കേട്ടാ. ഓഫ്
താക്കോൽ ഓണാക്കി തുടക്കം പോലെ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യണേ. അവിടെ ക്ലച്ച് പിടിക്കണം. വിടുവാനെ ക്ലച്ച് വിട്ടിട്ട് കിക്കർ അടിക്കാം. ഒറ്റ അടിക്കാക്കണം. പെതിയല്ലേ പിന്നെ വെപ്രാളം വേണ്ടെന്നേ. ക്ലച്ച് ഏതാന്ന് ചോദിക്കേ. കിക്കർ അടിച്ച് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അന്നേരം ക്ലച്ച് വിടണം. അല്ല കിക്കറേന്ന് വിടണം. ഇനി ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ആ കാല് താഴെ വീഴും ഇതിനെ. ഇനി ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ബാക്ക് എല്ലാം ഗിയറുകളെല്ലാം ബാക്ക്. ആ ഫസ്റ്റ് കേട്ടോ. ഇനി നീങ്ങി കഴിയുമ്പോൾ നമ്മൾ കാർ ഓടിക്കുന്നത് സെക്കൻഡ് ഇടണം. എല്ലാം ബാക്കോട്ട്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വീണു. ആ പോയിക്കോ പതുക്കെ. ബ്രേക്ക്. ആ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടും. ബാക്ക് ബാക്ക് ചോട്ടെ. അവരാമി മറ്റേ വട്ടിപ്പലിശക്കാർ വരുന്നത് വട്ടിപ്പലിശക്കാർ വരുന്നല്ലേ പോകുന്നു. നോക്കിയേ അത് പോകുന്നു അങ്ങോട്ട്. ആ വഴിക്കും ഒരെണ്ണം അങ്ങോട്ട് പോയി, ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ മോൻ്റെ വിഷമം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നോക്കിയാൽ പിണങ്ങി. അവനത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതേ ഇത്ര ഉള്ളൊരു ഗ്രൗണ്ടാണ് ഇത്. ശരിക്കും 8 പിന്നെ അതേപോലെ തന്നെ ഇവർ ബൈക്ക് ഓടിക്കാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി പണിതിട്ടാക്കുന്ന കേട്ടോ. എന്തായാലും വളരെ നന്നായി. ഇവിടെ 8 പിന്നെ കമ്പികൾ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഓരോന്നായിട്ട് കമ്പി അടിക്കുകയാണ്. അതിനുശേഷം ഇവരെല്ലാം ഓട്ടം കഴിഞ്ഞതിന് ശേഷം എന്താവും ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് സിംഗിളായിട്ട് 8 എടുത്ത് പഠിക്കാൻ വേണ്ടി കൊടുക്കും കേട്ടോ. അതാണ് മെയിൻ സംഭവം. അതിന് ശേഷം ഇന്നത്തെ ക്ലാസ് കഴിക്കും അല്ലേ ചേട്ടാ? ഗൈസ് ഇനിയിപ്പം ഇവരെല്ലാം ഓടിച്ച് പഠിച്ചതിന് ശേഷം 8 എടുക്കുക എന്നുള്ളതാണ് മെയിൻ പ്രോസസ്സ്. അതിപ്പോൾ ഓരോന്നായിട്ട് ഇപ്പം ഓരോരുത്തർ എടുക്കും കേട്ടോ. പോവുകയാണോ ലിവിന് മറ്റേ അരയിൽ 1.5 വെച്ചിട്ട് പോകുന്നല്ലോ. ഇത് കണ്ടത്തിൽ കൂടെ ഓടിക്കുമല്ല ഗൈസ്. ഓരോന്നായിട്ടേ ഇത് അടിച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് എത്ര വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു, 6 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാനും അല്ല 7-8 വർഷത്തിന് മുമ്പേ 2 വീലർ എടുത്തു. അതിന് ശേഷം 6 വർഷത്തിന് മുമ്പേ ലൈസൻസ് എടുത്തു. നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ അന്നത്തെ ദിവസം തന്നെയാണ് ലൈസൻസ് എടുത്തിട്ട്. അതായത് ലൈസൻസ് കിട്ടി, കൈ കിട്ടി, പിറ്റേ ദിവസം നമ്മളങ്ങനെ യാത്ര തിരിച്ചു. അങ്ങനെയാണ് ഓൾ ഇന്ത്യ ട്രിപ്പ് തുടങ്ങുന്നത് കേട്ടോ. ചേട്ടൻ എങ്ങനെയാണ് 8 എടുക്കുന്നതെന്നുള്ളത് ഇവിടെ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. ഇതിലൂടെ കയറിയിട്ട് ഇത് അത് തന്നെ അടി ഇതിൽ ഇറങ്ങുക. ഇതാ 8 എടുക്കുന്ന കേട്ടോ. ഇവിടെ ഇറങ്ങിയാൽ നമ്മൾ പാസ്സായി. കമ്പി തട്ടരുത്, കമ്പി തട്ടരുത്, കാല് കുത്തരുത്. കമ്പി തട്ടരുത്, കാല് കുത്തരുത് കേട്ടോ. അഭിരാമി വാ, ഞാൻ പിടിച്ചു തരാം. ആദ്യം വഴി പഠിപ്പിക്കാം. ആയിക്കോട്ടെ പോയിട്ട് വാ. ഇതിലെ കയറിയിട്ട് എലിയാടെ ലീവിന് ഇറങ്ങണ്ടേ? ഇപ്പം കാണിച്ചു തരും, ഒരാൾ കാണിച്ചു തരും. ഇതെല്ലാം വിട്, അതിലൊന്നും പിടിച്ചേക്കരുത്. വിട്. ഇതിലേ കയറി കാല് കയറ്റി വെക്കാം അഭിരാമി. ഞാൻ വഴി ആദ്യം പഠിപ്പിച്ചു തരും. അതാന്ന് തോന്നിട്ട് ആ വഴിയാ പോയി നോക്കിയാണ് കേട്ടോ. അവളിപ്പം തന്നെ കമ്പി അടിച്ചിട്ടു ഉറപ്പല്ലേ. പോയി ഔട്ട്. ഇവനെ എന്നാ പറയണ്ടേ? സിമ്പിള്. ഭയങ്കര പാട്. അഭിരാമി പുള്ളിനെ പഠിപ്പിക്കല്ലോ. പിന്നെ എന്നാ ചെയ്യാൻ? അഭിരാമി പുള്ളിക്കാരനെ പഠിപ്പിക്കും കേട്ടോ. അവരെയും പഠിച്ചു ആണോ? അഭിരാമി 8 എടുക്കുന്നുണ്ട് കേട്ടോ. അഭിരാമി 8 എടുത്തില്ല. അഭിരാമിയുടെ 8000 ഞാൻ മേടിക്കും. സത്യം ഗൈസ്. അഭിരാമിയുടെ ഇരിപ്പൊക്കെ നോക്കിയേ. ആശാൻ കൈയടിച്ചു. ലിവി പോട്ടറാ. 10 റൗണ്ട് ഇടിച്ചു. ഇല്ല അതെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അഭിരാമി എടുത്തോണ്ട് ലിവിനെ എടുത്തില്ല, നാണക്കേടാണ്. ആയില്ല 10 റൗണ്ട് എടുക്കട്ടെ. നീ എടുത്തു കഴിഞ്ഞിട്ട് 10 റൗണ്ട് നീ എടുക്കുക. 10 റൗണ്ട് അഭിരാമി എടുക്കട്ടെ കേട്ടോ. ഇതിലെ പോട്ട് ഇങ്ങനെ ഇല്ല കേട്ടോ. നീ കണ്ടതല്ലേ ഞാനും ലിവിനെ ഒരുമിച്ച് അങ്ങോട്ട് ലൈസൻസ് എടുക്കാൻ. എന്തെങ്കിലും കാണുക ഒന്നും കാണൂല. അവിടെ നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ എന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി. ആദ്യം ഞാൻ കാക്കനാട് എടുത്തു. അതിനുശേഷം നമ്മൾ ഇരട്ടിന്ന് നമ്മൾ യാത്ര പോകുന്നതിന്റെ പിറ്റേ ദിവസമാണ് നമുക്ക് ലൈസൻസ് കിട്ടിയത്. ഞാൻ മറ്റേ വണ്ടി എടുത്തിട്ട് വന്നിട്ട് എടുത്താലോ? അതിനാ ഗിയർലെസ് ആണെന്ന് പറഞ്ഞിട്ട്. ഗൈസ് ഇതാണ് ഏറ്റവും വലിയ പാട് കേട്ടോ ഈ ഡ്രൈവിങ്ങിൻ്റെ അകത്ത്. അതായത് 8 എടുക്കുക. എത്ര പ്രൊഫഷണൽ ആയ ആളാണെങ്കിലും ഏറ്റവും അറിയില്ലാത്ത ആൾക്കാരാണ് സിമ്പിളായിട്ട് എടുക്കുക.
ഏറ്റവും പ്രൊഫഷണൽ ആളാണ് തെറ്റിക്കുക. അമ്മ റൈറ്റ് ബിച്ചോട്ട്. ഏറ്റവും നല്ല പരിപാടി എന്താണെന്നറിയാമോ? ലൈസൻസ് എടുക്കുക 2 കൊല്ലത്തിന് വണ്ടി ഓടിക്കായിരിക്കും. ലൈസൻസ് പോകില്ലല്ലോ. മൈക്കിളിന്റെ ആ ഒരു വിഷമം നോക്കി നിങ്ങള്, ഇത് നോക്കി വിഷമം. അഭിരാമിയുടെ എച്ച് കഴിഞ്ഞു, ലിബി കയറും കേട്ടോ. കോതയിലേക്ക് ലിബിൻ കയറിക്കൊണ്ടിരിക്കുന്നു. ലിബിട്ടില്ല, കൗണ്ടർ അടി നിർത്തി. ഇപ്പൊ ശ്രൈവം മാത്രമേ ഉള്ളൂ. ലിബി മറ്റേ എന്നാ പറയാ, എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള രീതിയിൽ പോവാ. കഥം പോകയാ സമാധാനത്തിൽ ഇത്രയൊന്നും വിടറാ. ക്ലച്ചങ്ങ് വിടറാ. എല്ലാം ഇടിച്ച് തകർക്കുന്നു. ദൈവമേ, ലൈവ് വീഡിയോ. ലിവിനെ എട്ടാടാ ലിവിനെ. ആ അടുത്തത് എന്റെ ദൈവമേ. ആ ഇതെട്ടോക്കെ കോൺസെൻട്രേഷനിൽ പോയാൽ മതി ലിവി. ലിവി ഇട്ടിച്ചെന്ന് തകർക്കും. ഇല്ല, ലിവിന്റെ എക്സ്പ്രഷൻ നോക്കിയേ. എക്സ്പ്രഷൻ നോക്കിയാ മുഖത്ത് എക്സ്പ്രഷൻ നോക്കിയേ. ലിവിനെ ശ്രദ്ധിക്കടാ. ലിവിനെ വളരെ പെതി എടുത്താ മതിട്ടാ, വളരെ പെതി. എവിടെ പോയി? 8 പുറത്തു പോയി ഗൈസ്. 8 പുറത്തു പോയി. ലിവിനെ 8 പോയി. നീ 8 വിട്ടുപോയി. എടാ 8ലേക്ക് താണാ. എടാ ലിവിനെ 8ലേക്ക് തിരിച്ചു വാ. നീ എങ്ങോട്ടാ ലിവിനെ പോകുന്നേ? ആ തിരിക്ക. ആ ഇങ്ങോട്ട് വാ, തിരിക്ക. ഇനി അതിൽ അങ്ങോട്ട് പോ. അത് തന്നെ കിട്ടി ലിവിക്ക് കിട്ടി. അല്ല ലിവിനെ അതിന്റെ മറ്റേ അപ്പുറത്തെ സ്ഥാനത്തൊക്കെ മര്യാദയ്ക്ക് പിടിക്കില്ല ലിവിനെ. ആക്സിലേറ്റർ ഒന്നുമില്ല, ആക്സിലേറ്റർ അപ്പുറത്ത് തന്നെ പിടി. വീണാലും ഇവനെ കൈ മര്യാദയ്ക്ക് പിടിക്കടാ. ഇവനെ ഇപ്പുറത്തെ ഗൈസ് ലിബി ഒരു കമ്പി അടിച്ച് തകർത്തു. ഇതേ ഇവിടെ ഇരിപ്പൊക്കെ നോക്കി ലിബിയാണ് ഇങ്ങനെ എടുക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എടുക്കണ്ടേ, വളരെ പെതി എടുക്കണം. ലിബി സമാധാനത്തില്, നീ എക്സ്പ്രഷൻ ഒന്നും ഇടാ, ശരീരം ഒന്നും തിളയ്ക്കാതെ സമാധാനത്തിൽ എടുക്കടാ. അതെ കൈ മര്യാദയ്ക്ക് പിടിക്കടാ ലിബിനെ അടുത്ത്. ആ അത് തന്നെ. ആ തിരിച്ചോടി. ആ അത് തന്നെ. ഇലയുടെ അടുത്ത് എന്നിട്ട് തിരിക്കടാ. അത് തന്നെ. ഇനി ഇലയുടെ അടുത്ത് തിരിക്ക. അതെ അതാണ് ലിവി ഒരു ഇച്ചിരി ഇത് കൊടുക്കോട്ടെ. ഭയങ്കര ലിവിനെ സിമ്പിളായിട്ട് കാണടാ. സംഭവം ഈ പറഞ്ഞ പോലെ 8 എടുക്കല് പുറത്തുനിന്ന് പറയാൻ എളുപ്പമാണ്. നമ്മൾ കയറി എടുക്കുമ്പോഴാ പാട് അല്ലേ. നമ്മളോട് ഇപ്പൊ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം വരയ്ക്കും കേട്ടോ. അല്ല ഒരിക്കലും പറ്റൂല. നമ്മൾ എത്ര വർഷം മുമ്പ് പറ്റിയതാ. കൊച്ചിനോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. കൊച്ചിനെ കയറ്റാണ്ട് വണ്ടി ഇപ്പൊ പോകുന്നത്. മൈക്കിളിന്റെ വിചാരം മൈക്കിളിലും കയറ്റി കൊണ്ടുപോകണം. ബലം പിടിക്കാതെ ഓടിക്കടാ. ഇഷ്ടപ്പെട്ടില്ല. അവനെ കൂട്ടാണ്ടല്ലോ വണ്ടി ഓടിക്കുന്നേ. അവനെ കയറ്റിരുത്തണ്ട. എല്ലാരും അവനെ കയറ്റിരുത്തല്ലേ ഓടിക്കാറ്. അല്ല ലിബിനെ കൈ മര്യാദയ്ക്ക് ഓടിക്കടാ. ലിബിനെ ലിബി തന്നെ മറ്റേ ഈ മറ്റേ എന്നാ പറയുന്ന അല്ല ലിബി എന്തോ ഇത് എങ്ങനെയാലും തിരിച്ച് കാലി ചവിട്ടാതെ ലിബിനെ ഇങ്ങനെയൊക്കെ അവിടുന്ന് ഒറ്റ പ്രാവശ്യം പാളിപ്പോയി കഴിഞ്ഞ കേട്ടോ.
പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ പിന്നെ ഒരു പ്രാവശ്യം പള്ളിയിൽ 2 ആഴ്ച കഴിയുമ്പോൾ കിട്ടും. 2 ആഴ്ച കഴിഞ്ഞാ ഡേറ്റ് ഉണ്ടെങ്കിൽ അന്നേരം എടുക്കാം. ഒരാഴ്ച കഴിഞ്ഞ് ഡേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ അന്നേരം എടുക്കും. ഇപ്പൊ എല്ലാം ഓൺലൈനിലാണല്ലോ ഡേറ്റ് വരുന്നത്. ഡേറ്റ് വന്നാൽ അന്നേരം എടുത്തു തരും. ഓ ഗൈസ് നോക്കൂ, ഫെയിൽ പീസും കിട്ടണം. അതും കിട്ടണം. ആ സെൻട്രൽ സ്റ്റെമ്പ് തന്നെ പോയിട്ടോ നടുക്കുറ്റി ഇടിച്ച് തകർത്ത് കളഞ്ഞു. എന്ത് എടാ നീ മര്യാദയ്ക്ക് കൈയൊക്കെ വിടാതെ പിടിക്കടാ, ഇതിന്റെ പിടുത്തത്തിന്റെ വിഷയം. പരാജയത്തിലാണ് വിജയത്തിന്റെ രഹസ്യരിക്കുന്നത്. പരാജയത്തിന് നമ്മള് രാവിലെ മമ്മി വരുന്നില്ലല്ലോ, ലിബിനെ ന്യായീകരിച്ച് മമ്മി പെട്ടെന്ന് നമ്മള് വിജയിച്ചാൽ ശരിയാവൂല. പരാജയം ഉണ്ടെങ്കിൽ നമുക്ക് 2 വർഷമായിട്ട് ഞങ്ങൾക്ക് മൊത്തം പരാജയമാണ്. വിജയത്തിന്റെ കയ്യിലിരിപ്പിന്റെയാ. ഗൈസ് വിജയം വരും, ഉടനെ നല്ലൊരു വിജയം വരും ഗൈസ്. 2021 തൊട്ടുള്ള പരാജയമാണ്. 2021 പരാജയം, 25 ഇപ്പൊ എത്ര വർഷമായി? 4 വർഷമായിട്ട് പരാജയം. അവസാനം അങ്ങനെ പറ്റുന്ന കമ്പിയൊക്കെ ഇടിച്ചു. നന്നായി വിലറക്കാന്ന് 3 കമ്പിൽ മേടിച്ച് ദൂരെ കളഞ്ഞാട്ടോ. എട്ടൊക്കെ പുറത്തുകൂടിയാ അതല്ല ഇത് നോക്കിയേ, ലിവിൻ അതെ 1 ഇടിക്കല്ലേ കേട്ടോ ലിബി, ലാസ്റ്റ് ആട്ടോ ഇടിക്കാവാ. ലിബി നോക്കി ഓടിച്ചാ മതി, കിട്ടും ലിബിനെ. നീ ഇങ്ങോട്ടൊന്നും നോക്കണ്ട, നീ മര്യാദയ്ക്ക് ഓടിച്ചാ മതി. ലിബിന്റെ ഇരിപ്പും നിപ്പൊക്കെ നോക്കി ഇറങ്ങിക്കോ വാ പോരെ. ഒരു ട്രിപ്പ് കൂടി എടുക്കാം കേട്ടോ, അപ്പത്തേനും ക്ലിയർ ആവും. ആണോ? രണ്ടാൾക്കും ഒരു ട്രിപ്പ് കൂടി എടുത്തിട്ട് ട്രിപ്പും കൂടി എടുക്കാൻ ആദ്യമായിട്ടല്ലേ ഈ സാധനമൊക്കെ എടുക്കുന്നത്. എടാ ലിബിനെ നീ ബലം പിടിക്കണ്ട, ലിബി ഇങ്ങനെയൊക്കെയാ മറ്റേ ആക്സിഡന്റ് പിടിക്കുന്നത്. പഠിച്ചിട്ട് വേണം കന്യാകുമാരി പോകാൻ. മമ്മിക്ക് അന്ന് നമ്മളിവിടെ പോയില്ലേ, എവിടെ കന്യാകുമാരി അല്ല കന്യാകുമാരി അല്ല, നമ്മൾ ആ കടലിന്റെ അറ്റത്തും വരെ പോയില്ലേ, അവിടെ വരെ പോയപ്പോ ലിബി വാക്ക് കൊടുത്തതാ മമ്മിനെ. ധനുഷ്കോടി പോയപ്പോ മമ്മിക്ക് വാക്ക് കൊടുത്തതാ. സ്പാനറും സ്ക്രൂ ഡ്രൈവറും ഞെട്ടുമ്പോഴൊക്കെ എടുത്തു തുടങ്ങിയ മൈക്കിളെ കൊച്ചു ജനിച്ചപ്പോ തൊട്ട് കാണുന്നത് ഈ സ്പാനർ കൊണ്ടുള്ള പണിയാ. ഇപ്പൊ ആ കൊച്ചിന്റെ ആ ഒരു കയ്യിൽ സ്പാനർ ഞെട്ട് തിരിക്കണ്ടേ, നെട്ട് തിരിച്ചാലല്ലേ സ്പാനർ. ലിബി റെസ്റ്റിലാട്ടോ രണ്ടുപേരും. ആ ചെന്നോ, അത് കഴിഞ്ഞ് ലിബിൻ ലിബി പോയി. ഞാൻ പോയി 2 കമ്പി തട്ടിയിട്ടുണ്ട് വരാന്ന്. അഭിരാമി പെട്ട് കേട്ടോ. മൈക്കിൾ ഓടുന്നു, മൈക്കിളിന്റെ പുറകെ അഭിരാമി ഓടുന്നു. അടിപൊളി. ലിബി അവിടെ 8 എടുക്കുക കേട്ടോ, അല്ല സോറി 8 എടുക്കുവാണ്. ഇതേ മൈക്കിൾ ഓട്ടം, അഭിരാമി ഓട്ടം, മൈക്കിൾ ഓട്ടം, അഭിരാമി ഓട്ടം. ഇതേ പോകുന്ന അങ്ങോട്ട് പോയി. അഭിരാമിയുടെ 8 എടുക്കലും എല്ലാവരും 8 എടുക്കൽ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ഗൈസ്.